വന്ന 2 സാക്ഷ്യങ്ങൾ, ഒന്ന് ജോ മേഴ്സിയുടെ സാക്ഷ്യവും കാഞ്ഞിരപ്പള്ളി, ഒന്ന് ആൽഫായുടെ സാക്ഷ്യവും തൃശ്ശൂർ. ഈ 2 സാക്ഷ്യങ്ങളൊരു കോമൺ ഫാക്ടറുണ്ട്. അവിടെ ഉടമ്പടി പുരോഗമന ജീവിതത്തിൽ എവിടെയോ വെച്ച് ഇവർക്ക് വിശ്വാസം പെട്ടെന്നിങ്ങനെ കൈമോശം വരുന്നത് പോലെ തോന്നും. അത് അവർക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും തോന്നും. ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഒരു പുരോഗതി ഉണ്ടായെന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നത് കൈമോശം വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വിശ്വാസവും പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിഷയബന്ധിയായ വിശ്വാസമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഒരു സീരിയസ് വിഷയമാണ്. വിശ്വാസം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എല്ലാവർക്കും തന്നെ വിഷയബന്ധിയാണ്. അവിടെ വിശ്വാസത്തെ വിഷയവുമായിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് പക്ക നോൺസെൻസ് ആയിട്ടുള്ളൊരു സ്പിരിച്വാലിറ്റിയാണ്. നമ്മളൊരിക്കലും വിശ്വാസത്തെ വിഷയമായി കണക്ട് ചെയ്തരുത്. എന്താ കാരണം? വിശ്വാസം നമ്മൾ ആരിലാണ് വിശ്വസിക്കുന്നത്? ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? പക്ഷെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ക്രിസ്തുവുമായിട്ടല്ല. എന്തുമായിട്ടാണ്? നമ്മുടെ ജോലിയുമായിട്ടും വീടുമായിട്ടും വിവാഹമായിട്ടും മക്കളുമായിട്ടാണ് വിശ്വാസം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് അറിയാതെ സംഭവിക്കുന്ന ഒരു ആപത്താണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോ മേഴ്സിയുടെ സാക്ഷ്യം തന്നെ എടുക്കാം. ജോ മേഴ്സി ആവറേജ് എബവ് വിശ്വാസം നിലവാരമുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ അമ്മയോട് എപ്പോഴും പറയുമായിരുന്നു, അമ്മ എനിക്ക് 18 വയസ്സാകുമ്പോൾ അമ്മ എന്നോട് പറയണമെന്ന്. അപ്പോൾ അമ്മ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഡ്രൈവിങ് പഠിക്കാനായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അവളത് വിചാരിച്ചത് അങ്ങനെയല്ല. 18 വയസ്സാകുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമല്ലോ എന്നാണ്. അപ്പം അത്രയും തീഷ്ണതയുള്ള ആളാണ്. 18 വയസ്സാകുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമല്ലോ, അതിനുവേണ്ടി ഇങ്ങനെ 18 വയസ്സാകാൻ കാത്തിരിക്കേ. അപ്പോൾ അവളുടെ അമ്മ ഒരു ടീച്ചറാണ്. അവൾ 18 വയസ്സായ അന്ന് വന്ന് ഉടമ്പടി എടുക്കും. അപ്പോൾ ഇതിനു വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന പോലെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് ആൾ ഭയങ്കര തീഷ്ണതായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. വളരെ തെറ്റൊന്നുമില്ല, വളരെ തീഷ്ണതായിട്ടാണ് ആൾ ചെയ്തിരിക്കുന്നത്. ആ ഉടമ്പടി കിട്ടിയ കാശ് രൂപം ഈ സ്വന്തം കൊന്തമോതിരത്തിൽ പിന്ന് കുത്തി പിന്നിൻ്റെ അകത്ത് ഈ ഉടമ്പടി കാശ് രൂപ ഇട്ട് ഇറുക്കി പിടിച്ചാണ് നടക്കണത്. അപ്പം ചുമ്മാ അല്ല, വളരെ സീരിയസ് കമ്മിറ്റ്മെൻറ്റിലുള്ള ആളാണ്. ഇങ്ങനെ ഇത്രയും എക്സ്പ്രഷൻസ്, ഫെയ്ത്ത് എക്സ്പ്രഷൻസ് ഇത്തിരി കൂടുതലുള്ള ആളാണ്. അപ്പം ആളിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടൊരു ആഗ്രഹമേ ഉള്ളൂ. ആൾ ബ്രില്യൻ്റാണ്, ആഗ്രഹം ഇത്രയേ ഉള്ളൂ. എനിക്ക് മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ സീറ്റ് നേഴ്സിങ്ങിന് പഠിക്കണം. അതിന് കുഴപ്പമില്ല, അവരുടെ പ്രൊഫഷൻസി അനുസരിച്ച് അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ട്, അവർക്ക് അതിനെ പ്രാർത്ഥിക്കാൻ പറ്റും. ഇനി യോഗ്യത ഇല്ലെങ്കിൽ പോലും ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പോൾ ഇവിടെ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ എന്താണ്? മെറിറ്റ് അല്ല, മാർക്കല്ല എൻ്റെ അകത്ത് നോക്കണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പം അതുകൊണ്ട് ഉടമ്പടിയിൽ എന്തും ആഗ്രഹിക്കാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ആഗ്രഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ് ദൈവം നമുക്ക് തന്നത്. എന്നിട്ട് നമ്മളോടൊരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ആഗ്രഹിക്കുന്നവരോടെല്ലാം കൂടി ദൈവം ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? നീ ഈ ആഗ്രഹിക്കുന്ന ആക്രാന്തത്തിനേക്കാൾ വലുതല്ലേ ഞാൻ തന്നത് എന്ന് പറയും. നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ. അതാണ് വിഷയം. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 32 ഏറ്റവും ഇത് ക്യാപിറ്റൽ വേർഡാണ് കേട്ടോ. ഇതൊക്കെ എപ്പോഴും കിച്ചണിലൊക്കെ എഴുതിയിടേണ്ട, ഡ്രോയിങ് റൂമിലും സ്റ്റഡി റൂമിലും ഒക്കെ എഴുതി വെച്ച് പറ്റിച്ച് വെക്കേണ്ട പടങ്ങളാണ്. എന്താണ്?
റോമ 8:32. എന്താണ്? പുത്രനെ പോലും ഒഴിവാക്കാതെ, തന്റെ പുത്രനെ പോലും ഒഴിവാക്കാതെ, നമുക്കെല്ലാവർക്കും ഒന്ന് പറഞ്ഞ മക്കളെ, തന്റെ പുത്രനെ പോലും ഒഴിവാക്കാതെ, തന്റെ പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അപ്പം അതിൻ്റെ അകത്തൊരു വാക്ക് എന്താണുള്ളത്? സമസ്തവും എന്നുള്ള വാക്കുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ അകത്ത് ഒരു സമസ്തത്തിൽ എന്താണ് ഈ സമസ്തം വരുന്നത്? എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കൂടെ ഒരു വ്യക്തിക്ക് സമസ്തവും ചോദിക്കാൻ പറ്റണത്? കാരണം യേശുക്രിസ്തു സമസ്തവും അവൻ്റെ നാമത്തിൻ്റെ കീഴിലാക്കിയത് കൊണ്ടാണ്. അതാണ് നമ്മൾ 1 Corinthians 15:26 വായിച്ച ശ്രുതികട്ടെ. ഹല്ലേലൂയ. 15:26-27 തിരുവചനങ്ങൾ. 1 Corinthians 15:26-27. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. അപ്പൊ ദൈവം സമസ്തവും അവന്റെ പാദത്തിന് കീഴിലാക്കിയിരിക്കുന്ന കൊണ്ടാണ് എന്താണ് നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകിയില്ല എന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഉടമ്പടി വെക്കുന്ന എന്ത് വിഷയവും ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ സർവൈവ് ചെയ്യാൻ, ഈ ഭൂമിയിലും വരാനിരിക്കുന്ന ജീവിതത്തിലും ഒരു മനുഷ്യൻ നിലനിൽപ്പിന് വേണ്ടി ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്. അതാണ് സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ യേസാണെന്ന് പറയുന്നത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 2 Corinthians 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഈ വചനങ്ങളെല്ലാം ഒരേ പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത്. എന്താണ്? യേശുക്രിസ്തുവിലെ നമ്മൾക്ക് ദൈവത്തോട് ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിനും നിലനിൽപ്പിനാവശ്യമായ എല്ലാ കാര്യവും ക്രിസ്തുവിൽ ദൈവം അടക്കിയിട്ടുണ്ട്. ഈ ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് വിഷയം. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ എന്താ ചെയ്യണത്? നമ്മൾ വിഷയത്തിലാണ് വിശ്വാസം കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിഷയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന് എന്തെങ്കിലും സംഭവിക്കും. ഇത് നമ്മൾ റിക്കവർ ചെയ്യേണ്ട ഒരു അപകട മേഖലയാണ്. എന്താണ്? നമ്മൾ ഒരിക്കലും വിഷയത്തെ വിശ്വാസമായിട്ട് കണക്ട് ചെയ്യരുത്. കാര്യം എന്താണ്? വിഷയം ഓരോ മണിക്കൂറിലും ഓരോ വിഷയങ്ങളാണ്. ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ വിശ്വാസം കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഏത് സമയത്തും വിശ്വാസം ഡാമേജ് ആകാം. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ വിവാഹം, കല്യാണം, മക്കളുണ്ടാവുന്നത്, ജോലി, പ്രൊമോഷൻ, PR, പ്രോസസ്സിങ്, ഇങ്ങനെ ഒരു വിഷയവുമായിട്ട് വിശ്വാസം നമ്മൾ ഘടിപ്പിക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസം നമ്മൾ ക്രിസ്തുവുമായിട്ട് മാത്രമേ ഘടിപ്പിക്കാവൂ. കാര്യം ക്രിസ്തുവുമായി ഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഈ ക്രിസ്തു എന്ന് പറയുന്ന യാഥാർത്ഥ്യം എന്നും നിലനിൽക്കുന്നതായതുകൊണ്ട് തന്നെ വിശ്വാസവും എന്നും നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 12:34. യോഹന്നാൻ 12:34. അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പം അതാണ് യാഥാർത്ഥ്യം. കർത്താവിൻ്റെ വചനത്തിലുള്ള വെളിപാട് എന്താണ്? ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. അപ്പോൾ വിശ്വാസം എന്താണ്? വിശ്വാസം ക്രിസ്തുവുമായി ഘടിപ്പിച്ചിരിക്കുന്ന കാരണം, ക്രിസ്തുവിൽ അധിഷ്ഠിതമായത് കാരണം നമ്മുടെ വിശ്വാസവും എന്നും നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വിഷയവുമായി ഘടിപ്പിച്ചു കഴിഞ്ഞാൽ വിഷയം ഫ്ലോപ്പായ വിശ്വാസം ഫ്ലോപ്പാകും. അതുകൊണ്ട് ഈശോ ചോദിച്ചൊരു ചോദ്യം എന്താണ്?
എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസം ലൂക്ക 18:8. ലൂക്ക 18:8. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോഴുള്ള വിഷയം എന്ന് വെച്ചാൽ എല്ലാ പീഡനങ്ങൾക്ക് ശേഷമാണ് ഈ മനുഷ്യപുത്രൻ വരണത്. അത് നിങ്ങൾ ഓർക്കരുത് ഈ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് മാത്രമാണ് ഇങ്ങനെ പറയണത്. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വെളിപാടുണ്ടാകുന്നതും ഇടപെടലുണ്ടാകുന്നതും കുറച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും. അതെപ്പോഴും നമ്മൾ ബോധം ഉണ്ടാകണം നമുക്കതിനെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് കുറച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ശേഷം ക്രിസ്തു വരുമ്പോൾ ക്രിസ്തു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആഗ്രഹിക്കുന്നത് എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ എന്താണ്? ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? അതാണ് വിഷയം. അപ്പോൾ അവസാനം അവശേഷിക്കേണ്ടത് നമ്മുടെ ഈ പരീക്ഷണങ്ങൾ രോഗമാകാം, ക്ഷീണമാകാം, സാമ്പത്തിക തകർച്ചയാകാം, എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് യാതൊരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥയാകാം. ഈ പരീക്ഷണങ്ങളുടെ എല്ലാം അവസാനം എപ്പോഴായാലും ക്രിസ്തു വരും. പക്ഷേ എപ്പോഴും വരുന്നത് അതൊരു നാഷണൽ ഹൈവേ കൂടിയാണെന്ന് വരണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മിക്കവാറും പഞ്ചായത്ത് റോഡിൽ കൂടിയായിരിക്കും വരണത്. പഞ്ചായത്ത് റോഡിൽ കുണ്ടും കുഴിയും വളവും തെരുവും കാടും യാതൊരു ട്രാഫിക്കും ഇല്ലാത്ത സ്ഥലത്തോട് ഞെരുങ്ങിയൊക്കെ വരും ക്രിസ്തു. ഒരിക്കലും നാഷണൽ ഹൈവേ കൂടി വരുമെന്ന് തോന്നില്ല. കാര്യം പീഡനങ്ങൾക്ക് ശേഷം എന്നാണ് പറയണത്. പീഡനങ്ങൾക്ക് ശേഷം എന്നാണ് പറയണത്. അപ്പോഴെപ്പോഴും വിശ്വാസത്തിൻ്റെ വില കൊടുത്തിട്ട് അവിടെ കിട്ടി ബോധിക്കണം. നമ്മൾ ഈ പ്രമാണമൊക്കെ ചെല്ലുമ്പോൾ പ്രമാണത്തിന് മുമ്പ് തഹസിൽദാർ രജിസ്റ്റർ ചെയ്യണ മുമ്പ് കൊടുത്ത ആളിനോട് ചോദിക്കും. പറമ്പ് വാങ്ങിയ ആളിനോട് പറമ്പ് കൊടുത്ത ആളിനോട് ചോദിക്കും, കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. എന്താണ്? കാശ് നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ രജിസ്റ്റർ ചെയ്യത്തുള്ളത്. ഇതുപോലെ തന്നെയാണ് വിശ്വാസ ജീവിതത്തിലുള്ള വിഷയം. കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. എന്താണ്? ഈ വിശ്വാസത്തിന് ക്രിസ്തുവിന് അനുകൂലമായ അത്രയും വില കിട്ടി ബോധിച്ചോ എന്നാണ് ചോദിക്കണത്. അത് പരമപിതാവിൻ്റെ ഒരു ചോദ്യമാണ്. പരമപിതാവാണല്ലേ രജിസ്റ്റർ കച്ചേരി ഇരിക്കണത്. അപ്പോൾ കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. ഇപ്പോൾ ക്രിസ്തുവിനല്ല എനിക്ക് തരാൻ പോണത്. അതിന് ക്രിസ്തുവിനെ നിങ്ങൾക്ക് നേടാൻ വേണ്ടിയുള്ള സഹനങ്ങളെ കിട്ടി ബോധിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ സംഭവം ഇതിന് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് ക്രിസ്തുവിന് നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും ആദ്യകാലങ്ങളൊന്നും കുഴപ്പമില്ല, ജീവിച്ചു പോകാനുള്ള ആദ്യകാലങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മുന്നോട്ട് ചെല്ലുന്തോറും നിത്യത വിഷയമാക്കുമ്പോൾ അന്ന് മുതൽ ഇത് പേയ്മെൻ്റായിട്ട് വരും. നിത്യത ഇതിനകത്ത് ഒരു വിഷയമായി വന്നാൽ അനുദിന ജീവിതത്തിലെ കഞ്ഞിയും കപ്പയും ജോലിയും ഒക്കെ വലിയ പ്രശ്നമില്ലാതെ പോകും. കാര്യം അതൊക്കെ എല്ലാം നമുക്ക് വിശ്വാസം ഉള്ളവർക്കും കിട്ടും, ഇല്ലാത്തവർക്കും കിട്ടും, ഒരു പ്രശ്നവുമില്ല. വിശ്വാസം ഇല്ലാത്തവർക്കും റാങ്ക് കിട്ടണില്ലേ, അവർ ജോലി കിട്ടണില്ലേ. അപ്പം ലോകത്തിലുള്ള ഇടപാട് പരിപാടിയൊക്കെ എല്ലാം എവരിപടി എല്ലാവർക്കും അത് കിട്ടും. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് ജോലിയും വീടും വിവാഹവും കുഞ്ഞുങ്ങളും എല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അതിന് വിശ്വാസത്തിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ ക്രിസ്തുവിലൂടെ നേടിയെത്ത നിത്യരക്ഷയ്ക്ക് നിങ്ങൾ ആ പാഠത്തിലേക്ക് വരുമ്പോൾ പിന്നെ എല്ലാം പേയ്മെൻറ്റ് സീറ്റാണ്. കാര്യം എന്താ? എപ്പോഴും ഒരു സഹനം വന്നാൽ അപ്പോൾ ഓർത്തേക്കണം, ഒരു കാര്യമില്ലാതെ സഹനം വരൂ. ഒരു കാര്യം ഉണ്ടാകണ്ട. നിങ്ങൾ ഇപ്പം എന്താ വിഷയം? ഇപ്പം നിങ്ങൾ വളരെ വെള്ളം അടിക്കണില്ല, വേറെ ചുറ്റിക്കളികളൊന്നുമില്ല, മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്, 10 മനുഷ്യനെ കണ്ടാൽ മനുഷ്യരെപ്പറ്റി കാണിക്കുന്നുണ്ട്, ഇല്ലാത്തതിനുമായിട്ടുള്ളത് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ വളരെ വെടിപ്പും മേനയോട്ട് ജീവിച്ചാലും പണി 8ൻ്റെ കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അറിയണം. അതെന്താ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ അറിവ് എന്താ? നിഷ്കളങ്കനായാലും ശരി പണി കിട്ടുമെന്ന് തന്നെ എൻ്റെ അർത്ഥം. അതെന്താ കാര്യം? ഈശോ വല്ല തെറ്റും ചെയ്തിട്ടാണ് ഈ പങ്കപ്പാട് മുഴുവൻ അനുഭവിച്ചത്.
അപ്പം തെറ്റ് ചെയ്യാതെ ഒരു പങ്കപ്പാട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുന്നതിന് കോമൺ സെൻസ് മതി. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾക്കൊരു പങ്കപ്പാട് കിട്ടിയാൽ അതിൻ്റെ പ്രതിഫലം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് മാത്രം മതി. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലോ? അതുകൊണ്ട് ഒരിക്കലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ജീവിച്ചല്ലോ, ഞാൻ പള്ളിയിൽ നിന്ന് മാറാതെ നടന്നല്ലോ, കുഞ്ഞുനാൾ പോലും ഞാൻ ചോദിച്ചതല്ലേ വെള്ളമടിക്കാത്തൊരു ഭർത്താവിനെ തരണമെന്ന്, എന്നിട്ട് ഇവൻ്റെ മൂക്ക് പിടി ഞാൻ മുന്നാഴി കിട്ടുമല്ല, എന്ത് ചതിയാണ് ദൈവം എന്നോട് ചെയ്തത്. യു ഷുഡ് നോട്ട് ആസ്ക്. നമുക്ക് ദൈവത്തോട് ഒന്നും ചോദിക്കാനുള്ള യാതൊരു പ്രൊവിഷനുമില്ല. എന്താ കാര്യം? നീ നിഷ്കളങ്കമായി ആദ്യമേ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ശരിയാണ്, അതെല്ലാം ദൈവം വരവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആളെ, ഈ അവതാരത്തെ നിനക്ക് തന്നിരിക്കുന്നത്. ഇനി എന്താണ്? ഇത് പേയ്മെൻറ്റ് സീറ്റാണ്. ഇനി ഇയാളെ വെച്ച് ക്രിസ്തുവിനെ നേടാൻ നോക്കണം. നീ ഈ ആളെ വെച്ചാണ് ക്രിസ്തുവിനെ നേടാൻ നോക്കേണ്ടത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അമ്മയുടെ പ്രസവം, ഈ ദൈവം അനീതി കാണിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ അനീതി കാണിച്ചിരിക്കുന്നത് അമ്മയോടാണ്. കാര്യം അപ്പയുടെ തിരുമനസ് പ്രകാരമാണ് പരിശുദ്ധാത്മാവിൽ അമ്മ ഗർഭം ധരിച്ചത്. പക്ഷേ ആ ഒരു പ്രസവത്തിന് പോലും ഒരു ചെറുവിരൽ അപ്പ അനക്കണില്ല. അത് കണ്ടാൽ മതി, നമുക്ക് കാര്യങ്ങളെല്ലാം ഒട്ടനെ മനസ്സിലാകും. ചിലർ പറയണത്, ചില ബൈബിൾ പണ്ഡിതന്മാർ പറയണത് അമ്മ വഴിയിലാണ് പ്രസവിച്ചതെന്നാണ് പറയണത്. വഴിയിലാണ് പ്രസവിച്ചത്. കാര്യം എന്താണ്? അപ്പോൾ നമ്മൾ പുൽത്തൂട്ടിലാണ് പ്രസവിച്ചതെന്നാണ് നമ്മൾ പൊതുവെ പറഞ്ഞ് കാലത്തൊഴുത്തി പ്രസവിച്ചതെന്നാണ്. പക്ഷേ എഴുതി വെച്ചിരിക്കണത് എന്താണ്? ആ ശിശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് മറിയം പുൽത്തൊട്ടി കിടത്തിയെന്നാണ്. അപ്പോൾ വഴിയിലെങ്ങാണ്ട് പ്രസവിച്ചിട്ടാണ് കൊണ്ടുവന്ന് വഴിയരികെ കണ്ട പുൽത്തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്തിയത്. അപ്പോൾ ഇതിന് അപ്പായ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്ത് കൊടുക്കേണ്ടതല്ലേ? അപ്പക്ക് പണ്ട് മുതലുള്ള പരിപാടിയാണ് സഹായം ഒന്നും ചെയ്ത് കൊടുക്കാതെ. കുരിശക്കിടന്ന് നിലവിളിച്ചിട്ട് സഹായം കൊടുത്തില്ല, പിന്നെയാണ് നമുക്ക് തരാൻ പോണത്. കുരിശക്കിടന്ന് ഏലോ ഏലോയിൽ ലമ സബദ്ധാനി, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചും ചോദിച്ചിട്ട് സഹായം കൊടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള നല്ല ജ്ഞാനമാണ്. എന്താണ് കാര്യം? ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയാൻ, ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കണമെന്ന് പറയാൻ, ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നിത്യതയെക്കുറിച്ച് ആ നല്ല കള്ളൻ ആ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴേ നല്ല കള്ളനോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം നീര് വെച്ച ബോഡിയാണ്, നാക്കാണെ കുഴയാണ്, വെള്ളമെല്ലാം ഒലിച്ചുപോയി, രക്തത്തിന് വരെ ഇപ്പം മഞ്ഞ വെള്ളമാണ് ബോഡിയിൽ നിന്ന് വരുന്നത്. തവളയെപ്പോലെ ഇങ്ങനെ കുരിശെ കിടക്കുകയാണ്, മുഴുവൻ മുള്ളും കുത്തിക്കയറ്റി കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല കൊള്ളനോട് പറയുകയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. ആ രാജ്യത്തെക്കുറിച്ച് ക്രിസ്തുവിന് നല്ല ബോധമുണ്ട്. ആ കിടപ്പ് കിടക്കുമ്പോഴും താൻ പ്രവേശിക്കുന്ന നിത്യത, പിതാവ് നൽകുന്ന നിത്യതയെക്കുറിച്ച് ക്രിസ്തുവിന് ബോധമുണ്ട്. അതാണ് വിഷയം. ആ രാജ്യം ആണ്, നിത്യതയാണ് സമ്മാനമായി കൊടുക്കുന്നത് കൊണ്ടാണ് ഇടക്കാൻ ആശ്വാസങ്ങളൊന്നും കൊടുക്കാത്തത്. ഇടക്കാൻ ആശ്വാസങ്ങൾ തരാതിരിക്കുമ്പോൾ ബോധമുള്ള ക്രിസ്ത്യാനി നീ മനസ്സിലാക്കണം. എന്താ കാര്യം? നിനക്ക് നിത്യതയിൽ കർത്താവ് ഷെയർ തന്നിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സംഭവം അതിന് ഉത്തരം നമ്മുടെ സാക്ഷ്യങ്ങൾ തന്നെയാണ്. ജോമേഴ്സിക്ക് ഇടയ്ക്കൊരു അമ്പലമുണ്ടാകാനുള്ള, അവൾ ഇത്രയും തീക്ഷ്ണമായിട്ട്, ഞാൻ അവളെ വിമർശിക്കത്തില്ല. കാര്യം അവൾക്ക് 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സുള്ള ആളിന് ഇത്രയും വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആളെന്ത് ചെയ്തിരിക്കണത്? ആളെ ചോദിക്കുന്ന മര്യാദയുള്ള കാര്യമാണ്. എന്താണ്? അവൾക്ക് മെഡിക്കൽ കോളേജിൽ ഒരു നഴ്സിംഗ് സീറ്റ് കിട്ടണം, അത്രേ ഉള്ളൂ. അത് അവളുടെ പ്രായത്തിൽ അവൾ ആഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. അതിന് അവൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? ബാംഗ്ലൂർ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കന്നഡ പത്രം എടുത്തിട്ട് പോയിട്ടുണ്ട്. അവിടെ വിശ്വാസത്തെ അവൾ സാധൂകരിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ അവർ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൾക്ക് മനസ്സിലായി അവിടെ മലയാളം കൊടുത്തിട്ട് കാര്യമില്ല, ഇവിടെ വന്ന് കന്നഡ പത്രം തന്നെ മേടിച്ചുകൊണ്ട് പോയി അവിടെ എല്ലായിടത്തും പറഞ്ഞ് വിതരണം ചെയ്തിട്ടുണ്ട് ആൾ. കാര്യം എന്താ വെച്ചാൽ ആളിന് വിശ്വാസം വന്നത് എന്താണ്? ആളിന് വിശ്വാസം വരാൻ കാര്യം അമ്മ 2022 ഉടമ്പടിയെടുത്താണ്. ഈ ജോമേശ്വര അമ്മ 2022 ഉടമ്പടിയെടുത്ത ആളാണ്. അവർക്ക് 15 വർഷമായിട്ട് മൈഗ്രെയിനാണ്. എന്നിട്ട് ഈ കൊച്ച്, അവൾക്ക് 18 വയസ്സാണുള്ളത്. അപ്പോൾ അവളുടെ 3 വയസ്സിൽ മൈഗ്രെയിൻ തുടങ്ങിയതാണ്. അവൾക്കൊരു പ്രായമായ ഒരു 10 വയസ്സൊക്കെ ആയപ്പോൾ അമ്മ ഇങ്ങനെ മൈഗ്രെയിൻ വന്നിങ്ങനെ തലകുത്തി കിടക്കണം കാണാം വീട്ടിൽ. തല ഇങ്ങനെ പൊട്ടണ കാരണം അവൾ പറയണത് ഞാൻ തന്നെയാണ് 6 തുകർത്ത് തലക്ക് അമ്മയ്ക്ക് വരിഞ്ഞ് വെക്കുമെന്ന്. 6 തുകർത്തെടുത്തിട്ട് അമ്മ ഇങ്ങനെ തലകുത്തി കിടക്കുന്ന കാരണം
ആ വേദന കൊണ്ട് പൊട്ടാൻ പോണ കാരണം ഈ തുവർത്ത് തലയ്ക്ക് ഇങ്ങനെ വരിഞ്ഞ് കെട്ടിവെക്കും. 6 തുവർത്ത്. അതാണ് അത്. ഉടമ്പടി എടുത്ത ഒറ്റ ദിവസം കൊണ്ട് ഈശോ അത് പൂർണ്ണമായി സുഖപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കണ്ടപ്പോഴാണ് ജോ മേഴ്സി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണത്. അമ്മയുടെ മൈഗ്രെയിൻ 15 വർഷമല്ലേ. അപ്പോൾ ഉടമ്പടിയിൽ ഈശോ പ്രവർത്തിക്കുന്നുണ്ട്, അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് നേഴ്സിംഗ് സീറ്റ് എനിക്ക് മെഡിക്കൽ കോളേജിൽ വേണമെന്ന് പറഞ്ഞത്. അപ്പം അതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഇടമാണ് അമ്മയോട് ചോദിക്കുക. അമ്മയെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മക്കൾക്ക് എന്തും ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അമ്മയോടുണ്ട്. അതാണ് ഈ ആൾക്കാരെല്ലാം രക്ഷപ്പെടേണ്ട കാരണം. അത് എന്തും ചോദിക്കാം. നമുക്ക് ഏറ്റവും നല്ല ഒരു സ്വാതന്ത്ര്യമുള്ള ഇടമാണ് അമ്മ. അതുകൊണ്ടാണല്ലോ ഞാൻ എപ്പോഴും ഓർക്കുകയും ആ കനായിലെ കല്യാണത്തിൽ അമ്മ ആ ഭവനത്തിൽ വരുമ്പോൾ അവിടെ ഒരു ഇല്ലായ്മ കാണുന്നിട്ട് അമ്മ ഉടനെ ആ ഇല്ലായ്മ, ആ ഒരു വിഷയം മുഴുവനും അത് ആ കുടുംബത്തിലേക്ക് യേശുവിനെ തേടിപ്പിടിക്കണം. കണ്ടേ, കൂട്ടത്തിൽ നിന്ന് യേശുവിനെ തിരക്കിയെടുത്ത് തേടിപ്പിടിച്ച് ഈ വിഷയം അവിടെ അവതരിപ്പിക്കുന്നു. അമ്മ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഈ ജീവിത പ്രശ്നങ്ങളോട് പെട്ടെന്ന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ആ കുടുംബത്തിൻ്റെ ആ വിഷയത്തെ സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ട് യേശുവിനെ തേടിപ്പിടിച്ച് ആ വിഷയം യേശുവിനെ ഏൽപ്പിക്കുന്നതാണ്. അത് ഒരു വല്ലാത്തൊരു സംഭവമാണ്. കാനായിലെ കല്യാണത്തിൽ ഇത്രയും ഇന്ധനമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചത്. ഇത് ഡിഗ് ചെയ്യും തോറും നമുക്ക് ഖനികൾ, സ്വർണ്ണം ഇങ്ങനെ കുഴിച്ചെടുക്കണ പോലെയാണ് കാനായിലെ പ്രമേയം വരണത്. യേശുവിനെ തേടിപ്പിടിച്ചിട്ട് ഈ ലോകത്ത് അമ്മ ഉയർത്തുന്ന ശ്ലോകമുണ്ട്. എന്താണ് ശ്ലോകം? നിങ്ങൾക്ക് സങ്കടങ്ങളോ വേദനകളോ ഇല്ലായ്മകളോ വന്നാൽ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ്സ് പാസിഫൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ലോകത്തിൽ ആശ്വാസം പ്രാപിക്കാൻ യേശുവെ ആണ് അതിൻ്റെ മാർഗമെന്നുള്ള ബാനർ, സ്ലോഗൻ ഉയർത്തുന്നത് അമ്മയാണ്. ആദ്യമായിട്ടും യേശുവിനെ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നുള്ള വലിയ ശ്ലോകം പരിശുദ്ധ പ്രവർത്തനത്തിൻ്റെ എക്കാലത്തെ ആത്മരക്ഷയുടെയും ഭൗതിക ദൈവ സമാശ്വാസത്തിൻ്റെ സ്ലോഗൻ ഉയർത്തുന്നത്. യേശുവിനെ തേടിപ്പിടിക്കൂ, കുടുംബത്തെ രക്ഷിക്കൂ എന്ന് പറയുന്നത് ആരാണ്? അമ്മയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അമ്മയുടെ വഴികൾ പിന്തുടർന്നുകൊണ്ട് ജീവിത പ്രതിസന്ധികളിലെ ക്രിസ്തുവിനെ കക്ഷിയാക്കാൻ ആവശ്യമായ ആധ്യാത്മിക പക്വതയിലേക്ക് ഞങ്ങളെ വളർത്തണമേ, ഉയർത്തണമേ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതം ഒരു പരുക്കമാറുന്ന അവസ്ഥയിൽ പോയാലും നിങ്ങൾ ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത്. സംശയിച്ച് പോയാൽ ഇടിച്ച വണ്ടി പോലെയാണത്. വാങ്ങിക്കാമെന്ന് സാധാരണ ആൾക്കാർക്കത് മനസ്സിലാകത്തില്ല, പക്ഷെ മെക്കാനിസം മനസ്സിലാകും. ഇതെവിടെയോ തട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ വണ്ടി കച്ചവടത്തിന് നമ്മൾ ആൾക്കാർക്ക് വണ്ടി കൊടുക്കാൻ നേരത്തെ അവർ വണ്ടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വരണത് ആരുമായിട്ടായിരിക്കും? മെക്കാനിസ്റ്റുമായിട്ടാണ് വരണത്. അവർ വണ്ടി തട്ടി പൊക്കിയൊക്കെ ബാറ്ററി പൊക്കി നോക്കി അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടും കുലുക്കി നോക്കും. അവർ വണ്ടി ഇങ്ങനെ ഇട്ട് ആട്ടി നോക്കും. ഇത് മെക്കാനിസ്റ്റ് പറയും എവിടെയോ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയും. ഒന്നിടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ പോയി 10,000 രൂപ. അപ്പം തന്നെ പോയി. ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ 10,000 രൂപ പോയി. അതെന്താ പറഞ്ഞത്? ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും തന്നെ പറഞ്ഞിട്ടില്ല. മെക്കാനിസ്റ്റ് വന്നപ്പോഴാണ് പറയണത് ഒന്ന് ഇടിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഉടനെ എന്താ പറയും? അപ്പം തന്നെ 10,000 രൂപ പോയി. നിങ്ങളെ കണ്ടാൽ ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 10,000 രൂപ പോകും. വിശ്വാസത്തിൻ്റെ അകത്ത് ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. എപ്പോഴെങ്കിലും ഒരു വട്ടം സംശയിച്ചാൽ 10,000 രൂപ പോകും. അതാണ് വിഷയം. അതിപ്പോൾ ഈ ജോമേരിക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. ജോമേരി വിശ്വാസത്തിലെല്ലാം ഓക്കെയാണ്. അവൾ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ കോൺഫിഡൻസ് പോയെന്നാണ് പറഞ്ഞത്. മതി, വണ്ടി ഇടിച്ച് എൻ്റെ കോൺഫിഡൻസ് പോയി. അത് പ്രഖ്യാപിച്ചോള് എൻ്റെ കോൺഫിഡൻസ് പോയെന്ന്.
ഒരിക്കൽ നമ്മൾ വിശ്വാസം വെക്കുമ്പോൾ നമ്മൾ വെക്കുന്ന വിഷയത്തിന് പുരോഗതി ഇല്ലെങ്കിൽ അത് ദൈവത്തിനിട്ട് പണി കൊടുക്കണ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി ഇടിച്ച പോലെയാവും. അയ്യോ, ഈ ആൾക്കാർക്കെല്ലാം പറ്റിക്കുന്ന അബദ്ധം അതാ. വിശ്വാസം കൊണ്ടുപോകുന്ന വിഷയവുമായിട്ട് ഘടിപ്പിക്കും. ഈശോയുമായിട്ടല്ല ഘടിപ്പിക്കണത്. വിശ്വാസത്തെ വീട്, ജോലി, വിവാഹം, പെൻഷൻ, പ്രോസസ്സ്, PR എന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ അതുമായിട്ട് ഘടിപ്പിക്കും. എന്നിട്ട് അതിന് ഡാമേജ് ഉണ്ടാക്കുമ്പോൾ വിശ്വാസത്തിന് ഡാമേജ് ആകും. അപ്പോൾ എന്നാ പറയും? മെക്കാനിസം ഒന്ന് നോക്കുമ്പോൾ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ നിൻ്റെ മൂല്യം പോയി. നിൻ്റെ മൂല്യം 10,000 രൂപ താഴെ പോയി. അത് പക്ഷേ എപ്പോഴും ഈ നിങ്ങൾ വിഷയങ്ങൾ വാട്ട് എവർ ഹാപ്പൻസ്, ഈ ലോകത്ത് ഒരു വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന മുമ്പ് കുറേ ട്രയൽ ആൻഡ് എററൊക്കെ ഉണ്ടാവും വിശ്വാസത്തിൽ. പക്ഷേ ആ ട്രയൽ ആൻഡ് എററിലൂടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദൈവത്തെ മിസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം നോക്കണം. ദൈവവും വിഷയവുമായിട്ട് കണക്ട് ചെയ്യരുത്. ഈ ഉടമ്പടിക്കാരുടെ ഒരു മിസ്റ്റേക്ക് ഞാൻ നോക്കിയിട്ട് അവർ ഇൻറ്റൻഷനെയും ഫെയ്ത്തുമായിട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്കറിയാവില്ല, ഇൻറ്റൻഷൻ ബൈ ഇറ്റ് സെൽഫ് ഈസ് അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എന്താണ്? ജീസസ് ക്രൈസ്റ്റാണ്, ക്രിസ്തുവാണ്. ഈ നമ്മൾ ജീവിത പ്രതിസന്ധികളിലൂടെ ദൈവത്തെ അവലംബിച്ചുകൊണ്ട് നേടാൻ ശ്രമിക്കുന്നതിൻ്റെ അവസാനത്തിൻ്റെ പേരെന്താണ്? ജീസസ് ക്രൈസ്റ്റ്. അവസാനം എന്താ? ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പല പല നേട്ടങ്ങൾ നേടിയാലും ഈ നേട്ടങ്ങളെല്ലാം യൂസ് ആൻഡ് ത്രോ ആൻഡ് വേസ്റ്റ് ആൻഡ് ഫയറാണ്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ ഇതൊന്നും ഈ തീ പിടിക്കാത്ത ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത് നീ ക്രിസ്തുവിൽ നേടിയ കൃപകൾ മാത്രമാണ്. അതുകൊണ്ട് നീൻ്റെ ഈ പാച്ചിൽ അനുഗ്രഹം നേടാൻ വേണ്ടിയുള്ള പാച്ചിലിൽ ക്രിസ്തുവിനെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ ജോമേഴ്സ് ഇങ്ങനെ പെട്ടെന്ന് തട്ടിയെങ്കിലും കർത്താവിൻ്റെ രീതി അനുസരിച്ച് കർത്താവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. പിന്നീട് റിസൾട്ട് വന്നപ്പോൾ എന്താണ് ചെയ്തത്? അവൾക്ക് 94% മാർക്കാണ് ഉള്ളത്. എന്ത് ചെയ്ത്? ഈ സെൻറ്റ് ജോൺസിൽ തന്നെ ഈശോ അവൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കും. കാര്യം എന്താണ്? അവളോട് സംസാരിക്കാൻ ആ പ്രായത്തിൽ അങ്ങനെ സംസാരിച്ചാലും മനസ്സിലാകത്തുള്ളൂ. അതാണ് വിഷയം. അവളുടെ പ്രായത്തിന് അങ്ങനെ സംസാരിച്ചാലേ അവൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ആ പിടിവാശിയിൽ കർത്താവ് നിന്ന് കൊടുത്തു. ആ പറഞ്ഞ കോളേജിൽ തന്നെ അഡ്മിഷൻ കൊടുത്തു ശരിക്കും. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ട് വന്നിരിക്കുന്ന സാധനം ഈ വണ്ടി ഉള്ളിടത്തോളം കാലം തന്നെ നിലനിൽക്കും. അത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിരന്തരമായൊരു, അതായത് ഇനി ഇതിൻ്റെ ഒരു മാർഗം, വിശ്വാസത്തിൽ എവിടെയെങ്കിലും ഒരു തട്ടുകേട് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ദൈവത്തിന് ഒരു കോൺഫിഡൻസ് അല്ലെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യണത് ഒന്നും കൈപ്പറ്റാതെ വിശ്വാസം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ പ്രോജക്റ്റ് എടുക്കണം. അതേ ഇതിൻ്റെ മാർഗമുള്ളൂ. ഞാനൊരു ആധ്യാത്മിക ശുശ്രൂഷകൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് നൽകുന്നൊരു ഉപദേശമാണ്. ഇൻ കേസ് എവിടെയെങ്കിലും ഇതുപോലെ നിങ്ങൾ വല്ല പൊട്ടത്തറയും വിളിച്ച് പറഞ്ഞ് വിശ്വാസം വണ്ടി ഡാമേജ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളൊരു മാർഗമെന്ന് പറയണത് നമ്മൾ ദൈവത്തോട് ഒന്നും കൈപ്പറ്റാതെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണം. കാര്യം ഈശോ പറയണത് എന്താ പറഞ്ഞത്? എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാകുമോയെന്നല്ല ചോദിച്ചിരിക്കണത്. മനസ്സിലായ? എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ നിങ്ങൾക്ക് ആയിരാരോഗ്യം ഉണ്ടാകുമോയെന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ നിങ്ങളുടെ വീട് വലിയ ബംഗ്ലാവ് പോലെ ഇരിക്കുമോയെന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ എന്താണ്? നിങ്ങൾ സൗഖ്യമായി കണ്ടെത്തുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രം വരുമ്പോൾ ഈ സൗഖ്യത്തിനും വീടിനും ജോലിക്കും ജീവിതത്തിനും അപ്പുറത്ത് ദൈവം കാണുന്ന തിരുശേഷിപ്പുണ്ട്. അതാണ് വിശ്വാസം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വളരെ സൂക്ഷിക്കുക. ഇന്നത്തെ ഒരു തീമാണിത്. ലൂക്കാ 18:8 എന്താണ്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ ഫലങ്ങളല്ല ചോദിക്കണത്. വീട്, ജോലി, വിവാഹം, നിങ്ങളുടെ PR, പെൻഷൻ, ഇങ്ങനെയുള്ള പരിപാടികൾ ഒന്നും അല്ല ചോദിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ? ഇങ്ങനെ ഒന്നുമില്ലാതെ ഒന്നും നേടാതെ അവശേഷിക്കുന്ന വിശ്വാസത്തിന് എല്ലാം നേടിയതിനേക്കാൾ വരെയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ. ഇതുപോലെ ഇതിന് പാരലായിട്ട് പറയാവുന്നൊരു സാക്ഷ്യം ഈ ആഴ്ച സംഭവിച്ചത് ആൽഫിയയുടെ സാക്ഷ്യമാണ്. ആൽഫയും ഇതുപോലെയുള്ള ഒരേ ഇതേ ലെവലിലുള്ള സാക്ഷ്യമാണ്. ആൽഫിയയും ഹസ്ബൻഡും
ഷാർജയിൽ താമസിക്കുകയാണ്. ആൽഫിയ ആദ്യമേ കൃപാസനത്തിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ്. കാര്യം അവർ വിശ്വാസം കൃപാസനം സാധാരണ ഒരു ധ്യാനകേന്ദ്രം പോലെ അല്ലല്ലോ. ഇവിടെ മനുഷ്യന്മാർ എല്ലാത്തരം മനുഷ്യരും, എല്ലാ ജാതിക്കാരും, എല്ലാ മതക്കാരും, എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു സങ്കേതമാണ്. അപ്പം അതുപോലെ ദൈവം എല്ലാ ദിവസവും അനുഭവ സാക്ഷ്യങ്ങൾ അതുപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും വരാത്ത ആൾക്കാർക്ക് ഇതെന്തോ കച്ചവടമാണ്, തട്ടിപ്പാണെന്നൊക്കെ ബോധം. അങ്ങനെ സാത്താൻ ആ രീതിയിൽ ഒരു പണിയൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിനകത്തൊന്നും മൈൻഡ് ചെയ്യണില്ല. എന്താ കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക മാത്രമേ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ. ഏൽപ്പിച്ച ജോലി എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഏൽപ്പിച്ച ജോലി. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സന്ദേശത്തെ കൈമാറുന്നതിന് വേണ്ടിയാണ് ദൈവം ഉടമ്പടി തന്നിരിക്കുന്നത്. ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും സാക്ഷ്യം പറയുമെന്ന് പറയാൻ കാര്യം, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് നിങ്ങളെ. ഇപ്പം ഈ ദിവസങ്ങളിൽ ഷൈല ടോജോ എന്നും പറഞ്ഞൊരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർക്ക് നല്ല ബോധമുണ്ട്. ഷൈല ടോജോ തുടങ്ങണ സാക്ഷ്യം തന്നെ എന്താണ്? അമ്മയുടെ പുണ്യഭൂമിയിലെത്തി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കിയതിനെ ഞാൻ നന്ദി പറയുന്നു. കണ്ടാ തുടങ്ങി. അപ്പം തന്നെ അഭിഷേകമായ ആ സാക്ഷ്യം. അമ്മയുടെ പുണ്യഭൂമിയിലെത്തി അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദി പറയുന്നു. ഇപ്പം ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ ബോധമുണ്ട്. എന്താണ്? ഇവിടെ നടക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും എന്തിൻ്റെ സാക്ഷ്യമാണ്? ഒരു കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രത്തിൻ്റെ സാക്ഷ്യങ്ങളല്ല. പിന്നെന്താണ്? അമ്മയുടെ സമയഘടികാരം നെഞ്ചിൽ ചേർത്തി 10:08 സൂചി കാണിച്ച് ദുരന്തം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കണമെന്ന് 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക് പറഞ്ഞ അമ്മയുടെ ആ പ്രാർത്ഥനയാണ്. എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കുമ്പോഴാണ് അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറയണത്. ആ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കിട്ടുന്ന സാക്ഷ്യങ്ങളെല്ലാം എന്തിൻ്റെ സാക്ഷ്യങ്ങളാണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷ്യങ്ങളാണ്. ഇപ്പം കൃപാസനത്തിൽ അവലംബം വെക്കണത് എന്തിലാണ് സാക്ഷ്യം വെക്കണത്? മറിച്ച് അമ്മയുടെ ബേസിക്കായിട്ട് സാക്ഷ്യം വെക്കണതിലാണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലാണ്. ആ ഒരു ബോധമാണ് ഇതിൻ്റെ ഫസ്റ്റ് സാക്ഷരത എന്ന് പറയണത്. ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതാണ്. എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന മണ്ണിലാണ് ഞാൻ വരണത്. അതുകൊണ്ടാണ് ജോമേഴ്സിയൊക്കെ എന്താ പറയണത്? ഞാൻ അമ്മയുടെ 90% മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ആ 90% മാർക്ക് കിട്ടണം. പക്ഷേ ഞാനത് ആ മാർക്ക് ലിസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യത്തില്ല. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇവിടെ വന്ന് അമ്മയുടെ പുണ്യഭൂമിയിൽ നിന്ന് അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ മാർക്ക് ലിസ്റ്റ് ഓപ്പൺ ചെയ്യത്തുള്ളൂ. ഞാൻ മാർക്ക് ലിസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അമ്മ എനിക്ക് 94% മാർക്ക് തന്നെന്ന് പറയും. അപ്പോൾ അതായത് അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് ഘടിപ്പിച്ച് പോകുന്ന ആൾക്കാർക്കെല്ലാം അതിൻ്റെ നാണയത്തിലാണ് അമ്മ മറുപടി പറയണത്. ആ നാണയത്തിലാണ് അമ്മ മറുപടി പറയണത്. ഇപ്പോൾ ഇവിടെ വേറെ എന്താ പ്രശ്നം വന്നിരിക്കണത്? വേറെ സാക്ഷ്യം, ആൽബിയയുടെ സാക്ഷ്യം. ആൽബിയായും ഹസ്ബൻഡും UAE ഷാർജയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ കുടുംബമായിട്ട് അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ ആൽഫിയ ധ്യാനകേന്ദ്രത്തെ ശുശ്രൂഷിക്കുന്ന ആളാണ്. അപ്പോൾ അഫിയെ സംബന്ധിച്ചിടത്തോളം കൃപാസനം അങ്ങനെ ഫസ്റ്റ് റെഫറൻസിൽ വരുന്നില്ല. കാര്യം അവർ പണ്ട് കുഞ്ഞുനാൾ തന്നെ വേറൊരു ധ്യാനകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് കൃപാസനം അങ്ങനെ ഫസ്റ്റ് റെഫറൻസിൽ വന്നില്ല. അതുകൊണ്ട് അവർ ഉടമ്പടി എടുത്തില്ല. പക്ഷെ ഞാൻ ഷാർജയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ആ ധ്യാനത്തിൽ ഇവർ പങ്കെടുത്ത്. അപ്പോൾ എൻ്റെ വായിൽ നിന്നൊരു വിഷയം വന്നു. എന്താണ്? ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ. അപ്പോൾ അത് അന്ന് അവിടെ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അത് അവർ ക്യാച്ച് ചെയ്തത് എന്താണ്? അപ്പം നമ്മൾ സിൻസിയറായാൽ, നമ്മൾ സീരിയസ് ആയാൽ, നമ്മൾ സിൻസിയറായ ഗോഡ് സീരിയസ് ആകുമെന്ന്. അപ്പോൾ അതുകൊണ്ട് അവരുടനെ അന്ന് തന്നെ രാത്രി ഓൺലൈൻ ഉടമ്പടി എടുത്ത്. ഓൺലൈൻ എടുത്തതിൻ്റെ കാരണം വെച്ചാൽ ആൽഫയ്ക്ക് ജോലിയില്ല. അതാണ് പ്രശ്നം. ഇപ്പോഴാണ് ജോലിയുള്ളത്, അന്ന് ജോലിയില്ല. അപ്പോൾ യൂറോപ്പിലൊക്കെ മറ്റു രാജ്യങ്ങളിൽ താമസിക്കുമ്പോൾ ഹസ്ബൻഡിനും വൈഫിനും ജോലിയില്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് മാത്രം ജോലി ഉണ്ടെങ്കിൽ ഒരാളെ കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ ജീവിക്കണ പോലെ ഒന്നും യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും ജീവിക്കാൻ പറ്റത്തില്ല. അവിടെ ജീവിക്കണമെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. ഉള്ളതിട്ടുകൊണ്ട് നടക്കാം, ഉള്ളത് കഴിച്ച് ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല.
അത് നിസ്സക്കര, അതായത് സ്വന്തം നാട്ടിൽ ജീവിക്കണം എന്ന് പറയുന്നത് എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് അറിയത്തില്ല. അത്രയ്ക്ക് വലിയ അനുഗ്രഹമാണ് സ്വന്തം നാട്ടിൽ ജീവിക്കണേ. ഞാൻ ഈ രാജ്യങ്ങളെല്ലാം പോയി ഇവരെല്ലാവരും കണ്ടതിന് ശേഷം ഞാൻ പറയണ ഒരു കാര്യമാണ്, സ്വന്തം നാട്ടിൽ ജീവിക്കുന്നത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. കാര്യം ഉള്ളത് കൊണ്ട് ജീവിക്കാം. ആരും നമ്മുടെ മേക്കെട്ട് കയറത്തില്ല, ആരും നമ്മളെ കൊച്ചാക്കത്തില്ല. നമ്മളെല്ലാം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകും. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വേറെ പ്രശ്നം നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒന്നുമില്ല. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിങ്സ് അല്ലേ. നമുക്ക് പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് 50% കട്ടിങ്സൊക്കെയാണ് ശമ്പളത്തിൽ വരണത്. പിന്നെ എങ്ങനെ പെൻഷൻ കിട്ടുമേ? പെൻഷൻ അവസാനം കിട്ടും, പക്ഷേ കട്ടിങ്സ് എന്ത് മാത്രം. ഇവിടെ കട്ടിങ്സ് വല്ലതും ഉണ്ടോ? ഇവിടെ നിസ്സാരമായ ടാക്സൊക്കെ ഉള്ളു എല്ലാത്തിനും. നമ്മൾ പലരും ടാക്സ് കൊടുക്കണില്ല. എന്നിട്ട് ഗവൺമെൻറ് ആരുടെയൊക്കെ കടുത്ത പിടിക്കാൻ വരണമില്ല. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. പിന്നെ കുറച്ച് ടാക്സ് വെട്ടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ഗവൺമെൻറ് നിങ്ങൾ വെട്ടിക്കരുത് കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. കാര്യമല്ല, പൊതുക്കാര്യം ചെയ്യാൻ പിന്നെ ഗവൺമെൻറ് വേറെ എവിടെ നിന്നാണ് പണമുള്ളത്? നമ്മുടെ ടാക്സിൽ നിന്നേ ഉള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ ഏതെങ്കിലും പറയുമ്പോൾ സാറേ ടാക്സ് ഉണ്ടെങ്കിൽ എടുക്കും സാറേ എന്ന് പറയാം, അങ്ങോട്ട് പറയും. ടാക്സ് ഉണ്ടെങ്കിൽ എടുക്കുമെന്ന് പറയും. കാര്യം നമ്മളെ സംബന്ധിച്ചുള്ള ഈ വിഷയങ്ങളൊന്നുമില്ല. ഗവൺമെൻറ് കൊടുക്കാനുള്ളത് നമുക്ക് ഗവൺമെൻറ് കൊടുക്കണം. അത് നിങ്ങളും തന്നെ നിങ്ങളങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ 30% കട്ടിങ്സ് വരുന്നു ഉദ്യോഗസ്ഥന്മാർക്ക്. നിങ്ങളത് 10 ശമ്പളം ഉള്ളതെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി നിങ്ങളാ ജോലി ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ രാജ്യം എന്തെങ്കിലുമൊക്കെ വികസനം ഈ ഭൂമി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുമ്പത്തെ പോലെ തന്നെ കെട്ടിക്കിടക്കേ ഉള്ളൂ. പണ്ടൊക്കെ ഓർക്കണില്ലേ, ഒരു പഞ്ചായത്ത് പാലത്ത് ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ ഒരു പാലമില്ലാതെ ഒരു തടി വെട്ടിയിടും. തടി വെട്ടിയിട്ടുണ്ട് ഒരു കമ്പിയെ പിടിച്ച് തൂങ്ങിയാണ് ഈ തടിപ്പാലത്തെ കൂടി കയറിപ്പോണത്. അങ്ങനെ ഒറ്റ പാലം ഇന്ന് കേരളത്തിലില്ലല്ല, വളരെ എല്ലാ പാലവും കോൺക്രീറ്റ് ആക്കിയില്ലേ. അപ്പോൾ അതെല്ലാം എല്ലാ മേഖലകളും. ഞങ്ങളുടെ കാലത്ത് ഒരു വെള്ളം കിട്ടാൻ വേണ്ടി 1 കിലോമീറ്റർ വെള്ളം ഞാൻ തന്നെ കുടം കൊണ്ടുപോയിട്ടുണ്ട് വെള്ളം കോരിക്കൊണ്ടുവരാൻ. ഒരു കുളത്തിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരും കുടിക്കണ വെള്ളം. ആ സംഭവമാണ് ഇന്ന് അടുക്കള ജപ്പാൻ വെള്ളം വരണത്. ഇപ്പം ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കാനുള്ള കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ പറയും അതൊക്കെ വെട്ടിപ്പാണ്. ലോകത്ത് മുഴുവനും ഇതുപോലെയുള്ള അധികാരത്തിലുള്ളവർക്കെല്ലാം അതുപോലെയുള്ളവരുടെ ചില നമ്മുടേത് കുറവാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഓരോ രാജ്യങ്ങളിലെ അഴിമതികൾ കേൾക്കുമ്പോൾ അപ്പോൾ ഏത് രാജ്യമായാലും ഏത് സിസ്റ്റമായാലും ചില അഴിമതികൾ പുറത്തറിയത്തില്ലെന്നേ ഉള്ളു. ജനാധിപത്യ രാജ്യത്തിന് ഇതൊക്കെ പുറത്തറിയും. അതാണ് എൻ്റെ ഉള്ള ഗുണം. തന്നെയല്ല നമ്മുടെ മെഡിക്കേഷൻ എന്തുണ്ട്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? നമ്മുടെ മെഡിക്കേഷൻ ഒരു ചെറിയ അസുഖം വന്നാലും വലിയ അസുഖം വന്നാലും നമുക്ക് പിടപ്പില്ല. എന്താണ്? ആവശ്യത്തിന് ആശുപത്രികളിലും അവിടെ നിറച്ച് ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ട്. അവരെല്ലാം നല്ല സർവീസ് ഉള്ളവരാ. നമുക്ക് അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ ഷാർജയിലൊക്കെ ഒരു ഡോക്ടറെ കിട്ടത്തില്ല. 3 മാസം വെയിറ്റ് ചെയ്യണം. എന്താ കാര്യം? അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും അത് നിങ്ങളുടെ ബോഡിയിലുള്ള ആരോഗ്യം, നിങ്ങൾക്ക് ബോഡി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, ബോഡിയുടെ റെസിസ്റ്റൻസ് പവർ വർദ്ധിക്കണം, ബോഡിയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉടനെ മെഡിക്കേറ്റ് ചെയ്യാത്തതെന്നൊക്കെ അവർ ഭംഗിവാക്ക് പറയും. അതൊന്നുമല്ല, അവർ ഇൻഷുറൻസ് കമ്പനിയോട് ലിങ്കാണ്. നമ്മളെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ആണ് കാശ് തരേണ്ടത് നമുക്ക്. അത് കാരണം ഇൻഷുറൻസ് കമ്പനി ഈ ഡോക്ടർമാരുമായിട്ടൊക്കെ അലയൻസാണ്. അതുകൊണ്ട് പെട്ടെന്ന് കയറി ചികിത്സിക്കത്തൊന്നുമില്ല. കാര്യം കാശ് ഇൻഷുറൻസ് കമ്പനിയുടെ പോകത്തില്ലേ. അപ്പോൾ അത്തരം ഗതികെട്ട മെഡിക്കേഷൻസാണ് മറ്റു രാജ്യങ്ങളുള്ളത്. അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആവശ്യമില്ലാതെ ഏത് ഗവൺമെൻറ് XOR ഏത് ഗവൺമെൻറ് കയറിയാലും ആവശ്യമില്ലാതെ അവരെ വിമർശിച്ച് നശിപ്പിക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ നമ്മൾക്ക് പറ്റുന്ന പോലെ സഹായിച്ചും നമ്മളുടെ രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. രാജ്യത്തിനും സംസ്ഥാനത്തിനും വേണ്ടി ഇട്ടുമുഴക്കും പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആൽഫിയയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ് എന്നാണ് ഇവർക്ക് കിട്ടിയ ഒരു അഭിഷേക വചനം. ആ പ്രസംഗത്തിലൂടെ കിട്ടിയതാണ്. അവരുടനെ സിൻസിയറായിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഇവർ സിൻസിയറായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ എന്നിട്ട് അതുപോലെ തന്നെ അച്ചിട്ടതുപോലെ. അപ്പോൾ ഇവർ വിചാരിച്ചിരിക്കുന്ന 90 ദിവസം കഴിയുമ്പോൾ അവർക്ക് ജോലി കിട്ടുമെന്നാണ്. 90 ദിവസം ആകുമ്പോൾ. അപ്പോൾ 90 ദിവസം ഇവർ കണ്ണിൽ എണ്ണയെ ഒഴിച്ച് ഉടമ്പടിയുടെ ഓരോ അനുധാരികളെയും കൃത്യമായിട്ട് കീപ്പ് ചെയ്യും. ഇത് കാണുമ്പോൾ ഭർത്താവിന് പേടിയാവും. എന്താണ്? ഇവർ പ്രത്യേക ആളാണ്.
ഇവരിങ്ങനെ ആത്മാർത്ഥത വിശ്വസിക്കും. വിശ്വാസത്തിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ പിന്നെ ചട്ടി വാഴച്ചവിടിലാവും. അത് ഭർത്താവിനറിയാം. അവിടെ ഒരു സ്ഥിതി അതാണ്. വിശ്വസിക്കണത് അങ്ങോട്ട് കയറി വിശ്വസിക്കും. വിശ്വാസത്തിൻ്റെ അത് എന്തെങ്കിലും തട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകത്തില്ല. അങ്ങനെ ഉണ്ട്. ഒന്നെങ്കിൽ ആശാന നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്താണ് ഈ പരിപാടി. അതുകൊണ്ട് ഭർത്താവിന് പേടിയായി. ആ ഭർത്താവിന് അധികം പ്രാർത്ഥിക്കാതിരുന്ന ഭർത്താവ് കൂടി ഇവിടെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഭർത്താവിനറിയാം ഈ 90 ഒന്നും സംഭവിക്കത്തില്ലെന്ന്. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഇവളുടെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഭർത്താവ് കൂടി തനിക്ക് അത്ര താല്പര്യമില്ലെങ്കിൽ പോലും ഇവളുടെ കൂടെ പ്രാർത്ഥിക്കാൻ കൂടിയിരിക്കുകയാണ്. എന്താ കാര്യം? ഇവളുടെ വിശ്വാസം പോകാതിരിക്കാൻ. അത് നിസ്സാര കാര്യമല്ല. എൻ്റെ അമ്മ, ഈ ലോകത്തിലുള്ള മുഴുവൻ സ്കൂളിലേക്ക് ഇവൾ ഈ ഇൻ്റർവ്യൂവിന് അപേക്ഷ വിടും. എന്നിട്ട് പലരും ഇവരെ വിളിക്കത്തില്ല. ചിലയിടത്ത് ഇൻ്റർവ്യൂ ഫെയിലാകും. അവസാനം 90 ദിവസം കഴിഞ്ഞ് ജോലിയില്ല. അതോടുകൂടി അപ്പോൾ ഇവൾക്കൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഭർത്താവിന് പണ്ട് മുന്നേ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ടേ ഉള്ളൂ. കയ്യാലപ്പുറത്ത് തേങ്ങായിരിക്കും, അങ്ങോട്ട് വീഴ ഇങ്ങോട്ട് വീഴ. അപ്പോൾ അതുകൊണ്ട് ഇവൾക്ക് ജോലി കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇവിടെ രഹസ്യമായിട്ട് ഭർത്താവിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവരുടെ രണ്ടുപേരുടെയും രീതി ഭയങ്കര രസമാണ്. ഭർത്താവിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിങ്ങൾക്കുള്ള ഗുണമെന്താ? അതുങ്ങളുടെ വിശ്വാസം, പരസ്പരം വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ടാണ്. അപ്പോൾ ഇവർക്ക് ജോലിയേക്കാളും രണ്ടുപേർക്കും പ്രധാനം എന്താണ്? വിശ്വാസമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്തൊരു വിഷയമുണ്ട്. കാര്യം ഇവർക്ക് ഈ അൽഫയൊക്കെ 90-ാം പക്കം ജോലി കിട്ടില്ലെന്ന് വെച്ചപ്പോൾ ഇവക്കുണ്ടായിരുന്ന അവൾക്ക് ജോലി കിട്ടിയില്ലെന്നല്ല പ്രശ്നം. അവളുടെ പ്രാർത്ഥന വിശ്വസിച്ച് അവളുടെ കൂടെ കൂട്ടിക്കുന്ന ഭർത്താവിൻ്റെ വിശ്വാസം പോകാതിരിക്കാനാണ് പിന്നീട് ഇവളുടെ വിശ്വാസം മുഴുവനും ഇവൾ നിലനിർത്തണത്. അപ്പോൾ ഇവൾ ആസിഫ് നത്തിങ് ഹാപ്പൻ എന്ന രീതിയിൽ, ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇവൾ മുന്നോട്ട് പോവുകയാണ്. എന്താ കാര്യം? അവൾക്ക് ഭയങ്കര തകർച്ച ഉണ്ട്, മനസ്സിൽ പ്രയാസമുണ്ട്, ജോലി കിട്ടാത്തതിൻ്റെ വേദന ഉണ്ട്, അവളുടെ ഉടമ്പടി ഫ്ലോപ്പായി പോയതിന് സങ്കടമുണ്ട്. പക്ഷേ അവളുടെ മനസ്സിരിക്കണത് എന്താണ്? ഭർത്താവിൻ്റെ വിശ്വാസം. എൻ്റെ ഈ കയ്യാങ്കളി കണ്ട് ഭർത്താവിൻ്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി അതിനെ സേഫ് ഗാർഡ് ചെയ്യണം. അതുതന്നെയാണ് ഇയാളും ചെയ്യണത്. ഭാര്യയുടെ വിശ്വാസം, ജോലിക്കപ്പുറത്ത് അവളുടെ വിശ്വാസം നിലനിൽക്കാൻ വേണ്ടി ഭർത്താവ് സേഫ് ഗാർഡ് ചെയ്യുകയാണ്. പരസ്പരം വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. എന്തൊരു മനോഹര ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഈ ഭർത്താവിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഭാര്യയും, ഭാര്യയുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഭർത്താവും പ്രാർത്ഥിക്കുന്നത് ദൈവഹിത പ്രകാരമാണ്. കാര്യം ക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആ ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. എന്താണ്? ശെമയോൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശെമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നു. ഐ വാസ് പ്രേയിങ് ഫോർ യു. നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നീ എഴുന്നേറ്റ് നിൻ്റെ സഹപ്രവർത്തകരെ ബലപ്പെടുത്തുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 22:31-32. ശിമയോൻ പറഞ്ഞ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അപ്പോഴേ നമുക്ക് ഈ ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, ഉടമ്പടി പരിപാവനവും പരിപക്വവുമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ ഒരു വിശ്വാസം നമുക്ക് സപ്പോർട്ട് ചെയ്ത് കിട്ടും. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റുള്ളവരുടെ വിശ്വാസം കേടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം. മറ്റുള്ളവരുടെ വിശ്വാസം കേടാകാതിരിക്കാൻ കൂടി നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് നിസ്സാര കാര്യമല്ല. മറ്റുള്ളവരുടെ വിശ്വാസം കേടാകാതിരിക്കാൻ വേണ്ടി, ഇപ്പം പല മക്കളുടെയും വിശ്വാസം കേടാണ്. എന്താ കാര്യം? അമ്മ ചെയ്യണത് എന്താണെന്ന് അമ്മ കുർബാന സ്വീകരിച്ച് വന്നിട്ട് വീട്ടിൽ വന്ന് കാണിക്കണ പ്രകൃതം എന്താണെന്ന് മക്കൾക്കറിയാമല്ല.
അതാണ് വിഷയം. അപ്പം കുർബാനയ്ക്ക് ഇത്രയേ ഉള്ളെന്ന്, അമ്മ സ്വീകരിക്കണ കുർബാനയും അമ്മയുടെ കട്ടായും എല്ലാം ഇത്രയേ ഉള്ളെന്നുള്ളത് മക്കൾ പഠിച്ചില്ലേ. അപ്പോൾ അവരുടെ വിശ്വാസം കേടായിപ്പോയി. എനിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ഇനി റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി എല്ലാം ലോകത്ത് റിപ്പയർ ചെയ്യാൻ പറ്റും, വിശ്വാസം കേടായ റിപ്പയർ ചെയ്യാൻ പാടില്ല, പറ്റത്തില്ല. കാര്യം നിങ്ങളെ കുഞ്ഞുങ്ങളുടെ വിശ്വാസമാണ് കേടാക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് കർത്താവ് വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ ഉതപ്പ് കൊടുത്താൽ വലിയ തിരിക്കല്ല് കെട്ടി കടലിൽ കെട്ടിത്താത്തനാണ് നിങ്ങൾക്ക് നല്ലതെന്ന്. അത്രയും മോശമായിട്ട് ഈശോ സംസാരിച്ചത്. വിശ്വാസത്തിന് ഉതപ്പ് കൊടുത്താൽ സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ച് ദൈവം ആ വ്യക്തിയെ എങ്ങനെ കാണുന്നു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 9:42. മർക്കോസ് 9:42. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. അതിൻ്റെ വിഷയം ഞാനേ ഒരു ദിവസം കർത്താവിൻ്റെ നാട്ടിൽ പോയപ്പോൾ ഞാൻ കർത്താവ് ആദ്യം സംസാരിച്ച കഫർനാമിലെ സിനഗോഗിൽ പോയി. അപ്പോൾ കർത്താവ് അന്ന് സംസാരിച്ച സിനഗോഗ് ഇന്ന് ഉറഞ്ഞു നിൽക്കുകയാണ്. മേൽക്കൂടകളൊന്നും ഇല്ല. ആ സിനഗോഗ് പത്രോസിൻ്റെ വീടിൻ്റെ കിഴക്ക് വശത്താണ്. പത്രോസിൻ്റെ വീട് അതിൻ്റെ പടിഞ്ഞാറ് വശത്തും അതിൻ്റെ അപ്പുറത്ത് ഗലീലി കടലുമാണ്. അപ്പോൾ ഞാൻ സിനഗോഗിൽ കുറേ നേരം ഒരു 3/4 മണിക്കൂറോളം എനിക്കാണെങ്കിൽ ഈ തലയിൽ പെട്ടെന്ന് നീറിറങ്ങും മുഖത്തേക്ക്. അപ്പോൾ തല വെയിൽ കൊണ്ട ഞാൻ തൊപ്പിയും വെച്ച് നടക്കുന്ന കാര്യം അതാണ്, അല്ലാതെ സ്റ്റൈൽ കാണിക്കാനൊന്നുമില്ല. നിങ്ങളവർക്ക് എന്താ വെച്ചാൽ തൊപ്പിയും വെച്ച് നടക്കുന്നത്. തൊപ്പി ഈ മഞ്ഞായാലും എന്തായാലും ഈ ബോഡിയിൽ കയറി പിടിച്ചുള്ളൂ, ഒരു പ്രശ്നവുമില്ല. പിറ്റേ ദിവസം അനങ്ങാൻ പറ്റാത്തതേ ഉള്ളൂ. ശ്വാസം പൊട്ടലും പനിയെല്ലാം ആഘോഷമായിട്ട് വരും. ഇങ്ങനെ എത്രയോ വർഷമായിട്ട് വരണതാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാനെങ്കിലും എന്തും വരട്ടെ നാട്ടിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കർത്താവിൻ്റെ സിനഗോഗിലെ കർത്താവ് വായിക്കാൻ വേണ്ടി എഴുന്നേറ്റുന്ന സ്ഥലത്ത് ഞാൻ അവിടെ ഭയങ്കര വെയിലാണ്, 40 ഡിഗ്രിയെങ്കിലും ഉണ്ട്, അത്രയ്ക്കും ചൂടായിരുന്നു. ഞാൻ അവിടെ എൻ്റെ തല കർത്താവ് നിന്ന സ്ഥലത്ത് തല മുട്ടിച്ച് 3/4 മണിക്കൂർ കിടന്നവിടെ. കർത്താവ് നിന്നെ പ്രവൃത്തി ശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, ഇക്കാലത്ത് നിൻ്റെ ജോലി ചെയ്യാൻ സുവിശേഷം കൈമാറാൻ എന്നെ സഹായിക്കണമേ. അതാണ് പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ പുല്ലും മൂടി പുതച്ച് കിടക്കുന്ന പുരാതനമായ 2 തിരിക്കല്ലുകൾ കണ്ട്. ഒരു വലിയ തിരിക്കല്ലുണ്ട്, നമ്മുടെ ഉഴുന്നുവട പോലെ ഇരിക്കും. ഒരു സിമൻറ്റിൻ്റെ വലിയ ഉഴുന്നുവട അങ്ങനെ ഇരിക്കും, അതാണ് ഈ തിരിക്കല്ലെന്ന് പറയണത്. അതിൻ്റെ അപ്പുറത്ത് കിടക്കണത് പുല്ലുമുടി കിടക്കണ പുരാതനമായ ചെറിയ തിരിക്കല്ലാണ്. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഈ മർക്കോസിൻ്റെ 9:42 ഇപ്പോൾ നമ്മൾ വായിച്ചില്ലേ, ഒരു കുഞ്ഞുങ്ങൾക്ക് ഉതപ്പ് കൊടുത്ത് ചെറിയവർ ഉറപ്പത് കൊടുത്താൽ വലിയ തിരിക്കല്ലെന്ന് പറയുമ്പോൾ അതിന് എങ്ങനെയായാലും ഒരു 10,000 കിലോനുണ്ട്. ഈ 10,000 കിലോ പിടലിൽ കെട്ടിയിട്ട് കടലിൽ കെട്ടിത്താത്താൻ മതി. ഈ സാധനം ഒരിക്കലും പൊങ്ങി വരരുതെന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരുടെ വിശ്വാസത്തിന് ഇപ്പം നിങ്ങൾക്ക് പാടില്ല, പക്ഷെ നിങ്ങൾ പള്ളിയിൽ പോകാതെ വീട്ടിൽ കിടന്നാലുള്ള ഞായറാഴ്ച കുർബാനയ്ക്ക് വീട്ടിൽ കിടന്നാലുള്ള ഗുണം എന്താ, കുഴപ്പം എന്താ? അല്ല നിങ്ങളുടെ ആൻറ്റി വന്ന് അങ്കിള് വന്ന് ആങ്ങള വന്നെന്ന് പറഞ്ഞ് അന്നത്തെ കുർബാന മുടക്കി വീട്ടിൽ കിടന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിത് കാണുന്നില്ലേ? അതാണ് വിഷയം. അപ്പോൾ അവിടെ വിശ്വാസം പോയില്ലേ? അങ്കിള് വന്നാലും ആൻറ്റി വന്നാലും അവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ചത്തുപോകും, ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ നമുക്ക് പാരവെച്ചെന്നും പറയും. പക്ഷേ ദൈവം ഒരിക്കലും നമുക്ക് പാരവെക്കത്തില്ല. അപ്പോൾ അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് ആ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പള്ളിയിൽ പോകണമായിരുന്നു, നീ കുർബാനയ്ക്ക് പോകണമായിരുന്നത്. അപ്പം അതായത് പല ഉടമ്പടി എടുത്ത ആൾക്കാർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഉടമ്പടിയോടെ മുന്നോട്ട് പോകാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് ആദ്യം അനുദപിക്കണം. അനുദപിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മേലിൽ പാപം ചെയ്യില്ലെന്ന്, ഈ അഭ്യാസങ്ങളെ ഇനി കാണിക്കത്തില്ലെന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കണം. അതാണ് ഇത് മെയിൻ സംഭവം. അനുതാപത്തിൻ്റെ മെയിൻ എന്താണ്? നിങ്ങൾക്കറിയാം, അനുതാപം ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു പോയി. പിന്നെ നമ്മുടെ മുമ്പിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ളത് എന്താണ്? മേലിൽ അത് ആവർത്തിക്കില്ലെന്ന്
എൻ്റെ മക്കളെ, അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം, നിങ്ങൾക്ക് അനുതാപം ഉണ്ടോ ഇല്ലയോ, നിങ്ങളുടെ അനുതാപം സ്വീകാര്യമാണോ അല്ലയോ എന്ന് പറയാനുള്ള ഒരേ ഒരു കണ്ടീഷൻ, മേലിൽ ആ വിഷയം നിങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നത് മാത്രമാണ്. ഇവിടെ കുമ്പസാരത്തിന് വല്ല കുഴപ്പമുണ്ടോ, വല്ല കുറവുണ്ടോ? കുർബാന സ്വീകരണത്തിന് വല്ല കുറവുണ്ടോ? എന്തുകൊണ്ടാണ് കുർബാന ലോകത്ത് കൃപാസനത്തിൽ മാത്രമേ കുർബാന കൊടുക്കാറുള്ളൂ? 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ കുമ്പസാരത്തിൽ കുർബാന കൊടുക്കത്തില്ല. എന്താ കാരണം? ഞങ്ങൾക്കിതിൻ്റെ കൃത്യമായ വില അറിയാം. ഇടവകയെല്ലാം കാണിക്കുന്ന പോക്രിത്തരങ്ങളെക്കുറിച്ച് അറിയാം. ഞാൻ ഇടവക എത്രയോ പള്ളി വികാരിയായിരുന്നവരാണ്. അപ്പോൾ അവരുടെ എല്ലാം ആത്മീയസ്ഥിതി അറിയാം. അവർ ഈ ജന്മത്ത് കുർബാന സ്വീകരിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്തവന്മാരും ഞായറാഴ്ച നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പേപ്പറിട്ട് നാട്ടിൽ നിൽക്കണ പോലെ നാക്ക് നീട്ടണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവ് ഇവനിത് യോഗ്യനല്ല, പക്ഷേ ഇവനെ അപമാനിക്കാൻ ഞാൻ തയ്യാറല്ല. പൗസപിതാവ് പോലും കാണിച്ചില്ലേ, മറിയത്തെ അപമാനിക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം രഹസ്യത്തിൽ ഉപേക്ഷിച്ചതുപോലെ രഹസ്യത്തിൽ ഉപേക്ഷിച്ചിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്. എന്താ കാര്യം? ഹീസ് നോട്ട് വെർത്തി ടു റിസീവ് ഇറ്റ്. കാര്യം അവൻ നാട്ടുകാരുടെ മുമ്പിൽ നല്ല വെള്ളം ചമയാൻ വേണ്ടി ദൈവത്തെ പറ്റിക്കുകയാണ് അവൻ ചെയ്യണത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് കൃപാസനത്തിൽ നടക്കത്തില്ല. നമ്മൾ ദൈവത്തോടും ദൈവികമായ രഹസ്യങ്ങളും കാണിക്കുന്ന നിശ്ചിതവും കണിശവുമായിട്ടുള്ള ചില സത്യസന്ധമായ നിലപാടിൻ്റെ ഭാഗത്തിലാണ് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് ഓർക്കണം. അതുകൊണ്ട് അനുതാപം എന്ന് പറയണത്, അതിൻ്റെ സത്യസന്ധമായ അനുതാപമാണെങ്കിൽ അതിൻ്റെ അകക്കാമ്പെന്ന് പറയുന്നത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുന്നതാണ്. വീണ്ടും നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അനുതാപമല്ല, ശരിക്കും പറഞ്ഞാൽ അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇന്ന് പല അനുതാപവും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് അനുതാപം എന്ന് വിളിക്കണത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്, ദൈവത്തിൻ്റെ അടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റിന് പോയിട്ട് കാര്യമില്ല. അനുതാപം തന്നെ വേണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ആധ്യാത്മിക അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതത്തിൽ നിന്ന് ആത്മാർത്ഥതയുള്ള അനുതാപ ജീവിതത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്യണം. ആൽഫയുടെ വണ്ടി ഒന്നിടിച്ചു. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ 3.5 മാസം കഴിഞ്ഞപ്പോൾ ആൽഫയ്ക്ക് ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ ആൽഫ അറിയാതെ പറഞ്ഞു, കൃപാസനം തട്ടിപ്പായിരിക്കുമോ? കണ്ട സംഭവമാണ്. ഒരാൾ വെച്ചിരിക്കുന്ന സംഭവം വെച്ച് നിയോഗം അവർ നടന്നില്ലെങ്കിൽ അവരനുഷ്ഠിച്ച കാര്യങ്ങളെല്ലാം തട്ടിപ്പാണെന്ന് അവർ തന്നെ പറയുകയാണ്. അവരനുഷ്ഠിച്ചിരുന്ന നിശ്ചിതമായി നിരീക്ഷിച്ച് അനുഷ്ഠിച്ച കാര്യങ്ങളെല്ലാം, നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ. എന്താണ് അറിയാവുന്നത്? കൃപാസനത്തിൽ സ്വന്തമായി ഒരു ആധ്യാത്മികതയില്ല. സ്വന്തമായ ആധ്യാത്മികതയിൽ സുവിശേഷ വിഹിതമായ ആധ്യാത്മികതയെ മരിയനൈസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. എന്തു കഴിഞ്ഞാൽ സുവിശേഷം ആദ്യം വചനം സ്വീകരിച്ചത് അമ്മയാണ്. വചനത്തെ വയറ്റിൽ വളർത്തിയത് അമ്മയാണ്. വചനത്തെ പ്രസവിച്ച് വീട്ടിൽ നിർത്തി വളർത്തിയത് അമ്മയാണ്. വചനത്തെ പിതാവിൻ്റെ തിരുവിഷ്ടപ്രകാരം ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി കയ്യേൽപ്പിച്ച് കൊടുത്തിട്ട് ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത് അമ്മയാണ്. ആ തണുത്ത ശരീരം കയ്യോടെ മേടിച്ചത് അമ്മയാണ്. ആ പുനരുത്ഥാനത്തെ വിശ്വസിച്ചത് അമ്മയാണ്. ലോകത്തിന് യേശുവിനെ കൈമാറിയത് അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ പ്രവർത്തിച്ച ആധ്യാത്മികതയാണ് കൃപാസനത്തിൻ്റെ ആസ്തിഭദ്രത എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങളെ വളരെ സത്യസന്ധമായിട്ടാണ് ഈ കരിസ്മാറ്റിക് ലോകം 50 കൊല്ലം കേരളത്തിൽ വലിയ തേരോട്ടം നടത്തിയെങ്കിലും വലിയ ചിലയിടത്തെങ്കിലും കത്തോലിക്ക ച്യുതികൾ സംഭവിച്ചിട്ടുണ്ട്. കാര്യം ചില ധ്യാനകേന്ദ്രങ്ങൾ അക്കാലങ്ങൾ പ്രസംഗിക്കുമ്പോൾ അമ്മയുടെ രൂപങ്ങൾ പോലും ആ സ്റ്റേജിലില്ലായിരുന്നു. ആ ധ്യാനകേന്ദ്രത്തിലേക്ക് ഇന്നത്തെ അവസ്ഥ നിങ്ങൾ നോക്കണം. എനിക്കന്നും സങ്കടമായിരുന്നു. ഇവർ ഈ സുവിശേഷത്തിൻ്റെ കാത്തലിക് പെന്തക്കോസ്റ്റലിസം ഫോളോ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെ കൗദാസ്യ ജീവിതത്തിനും ഒക്കെ ഉടനെയൊക്കെ വലിയ പ്രാധാന്യം, മറ്റ് പല വിഷയങ്ങൾ കിട്ടുന്നത് കാത്തലിക് സ്പിരിച്വാലിറ്റിയുടെ സെക്കൻഡ് റെഫറൻസിന് ഫസ്റ്റ് റെഫറൻസ് കൊടുത്താണ് അവിടെ പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ എന്ത് പറ്റി? കുറേ അധികം ആൾക്കാരെ സഭ വിട്ടുപോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം എന്താണ്? കത്തോലിക്ക ഐഡൻറ്റിറ്റിയായ പരിശുദ്ധ അമ്മയെയും കത്തോലിക്ക ഐഡൻറ്റിറ്റിയായ പരിശുദ്ധ കുർബാനയെയും ഹൈലൈറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ചിലർക്ക് കഴിഞ്ഞില്ല. എല്ലാവർക്കും കഴിഞ്ഞില്ലെന്നല്ല, ചിലർക്ക് മാന്യമായി കഴിഞ്ഞിട്ടുണ്ട്, ചിലർക്ക് അതിനകത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? കേരള സഭയ്ക്ക് ആ കാലങ്ങളിൽ ഒരു വളർച്ച ഉണ്ടായി.
ചില സമയത്ത് കുറേ അംഗങ്ങൾ വിട്ടുപോവുകയും ചെയ്തു. ഇതിൻ്റെ ഒരു തിരിച്ചുപിടിക്കാണ് ഇപ്പം നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഉടമ്പെടുക്കാത്ത കുടുംബം കാണത്തില്ല. ആരെല്ലാം അമ്മയെ ഇവിടെ നിന്ന് വിട്ടുപേക്ഷിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും അമ്മയെ പ്രതിഷ്ഠിച്ച് മാത്രമേ കൃപാസനം പ്രത്യക്ഷീകരണത്തിൽ ദൈവം നിസ്തബ്ധനായി ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഉറങ്ങാതെ ചെയ്യുന്നുണ്ട് ജാഗ്രതാ പ്രവർത്തനം. അതാണ് എന്താണ് എവിടെയെല്ലാം അമ്മയെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ആരെല്ലാം സുവിശേഷ സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ വ്യംഗ്യ അതിൻ്റെ ഭാവത്തിൽ പരിശുദ്ധ അമ്മയുടെ ആധ്യാത്മികത മറന്നു പോയിട്ടുണ്ടോ, ലോകത്തെ യേശുക്രിസ്തുവിനെ കൊടുത്തയാളെ, ലോകത്തിന് യേശുക്രിസ്തുവിനെ കൈയേൽപ്പിച്ച് കൊടുത്ത് വചനത്തെ വയറ്റിട്ട് വളർത്തിയ ആളെ മറന്നുകൊണ്ട് ഒരു സുവിശേഷ വേല യഥാർത്ഥ സഭയ്ക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥ സഭയുടെ ആധ്യാത്മികതയെ തിരിച്ചുപിടിക്കുകയാണ് കൃപാസനം ഉടമ്പടി ധ്യാനത്തിലൂടെ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ സത്യസന്ധത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വാരിക്കൊരു അനുഗ്രഹം കിട്ടുന്നതിന് 5 ദിവസത്തെ ധ്യാനം ആവശ്യമില്ല. ഒറ്റ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഇവർ പറയുന്ന അനുഗ്രഹം വീട്ടിൽ ദൈവം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? നീ സുവിശേഷമാകണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നീ സുവിശേഷം ഏകണം. നിൻ്റെ ഓരോ ശ്വാസത്തിൽ ക്രിസ്തുവിനെ കൈമാറാൻ വേണ്ടി, ലോകത്തെ കയ്യേൽപ്പിക്കാൻ വേണ്ടി മരിയൻ മിഷൻ നിങ്ങൾ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് അതാണ് ക്രിസ്മസിന് ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ആ ആധ്യാത്മികത തട്ടിപ്പായിരിക്കുമെന്ന് സ്വയം കരുതണമെന്നുണ്ടെങ്കിൽ ആരും അവരോട് നേരത്തെ ഇങ്ങനെയുള്ള തെറ്റായ ഉപദേശങ്ങൾ കൊടുത്തിട്ട് അതിനവർ വശംവദയായി പോയത് കൊണ്ടാണ്. അങ്ങനെ വശംവദയായി പോയ ആൾക്കാർക്കാണ് പിന്നീട് ഉടമ്പടി എടുക്കുമ്പോൾ പമ്മലുണ്ടാകുന്നതിൻ്റെ കാരണം. നിങ്ങൾ കൃപാസനം ആധ്യാത്മികത നിക്ഷേപിക്കുമ്പോൾ പരിപൂർണമായി നിക്ഷേപിക്കണം. കാര്യം എന്താണ്? അത് പൂർണ്ണമായി കാത്തോലിക്കമാണ്, അത് പൂർണ്ണമായി സഭാത്മകമാണ്, പൂർണ്ണമായി സുവിശേഷപരമാണ്, സുവിശേഷമായ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനമാണ്, കൂദാശകളിലൂടെയുള്ള പരിപോഷണമാണ്. ഓരോ വിഷയം നിങ്ങൾ എടുത്തു നോക്കിക്കോ. സഭയെല്ലാം നവീകരിക്കപ്പെടുകയും ഐക്യപ്പെടുകയും ആയിരങ്ങൾ സഭയിലേക്ക് തിരിച്ചു വരികയും ചെയ്ത അനേകം കർത്താവിനെ അറിയാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ കർത്താവിനെ അറിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ആധ്യാത്മിക ശുശ്രൂഷ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇവരങ്ങനെ പെട്ടെന്ന് വിചാരിച്ചു, പക്ഷേ വിചാരിച്ചെങ്കിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നത്. പിറ്റേ ദിവസം അവരെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് എന്ത് ചെയ്ത് അവർ അമേരിക്ക സ്കൂൾ അവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അവർ പറഞ്ഞേക്കുന്നത് അവർ പഠിപ്പിക്കേണ്ട ക്ലാസ് മാത്രമേ ചോദിച്ചുള്ളൂ. അതവർ എസ് പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് അവർക്ക് നല്ല ശമ്പളത്തിലാണ് അമ്മ ജോലി കൊടുത്തിരിക്കുന്നത് ഈ ഉടമ്പടി പ്രകാരം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഈ ഉടമ്പടിയെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടിച്ച വണ്ടി പോലെയാണ്. ഒരു സംശയമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ മെക്കാനിസ്റ്റ് വരുമ്പോൾ അറിയാൻ പറ്റും ഇതൊന്ന് തട്ട് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് തോന്നും. ഒന്ന് തട്ട് കിട്ടിയതാണല്ലോ, എവിടെയോ ഒന്ന് ഇടിച്ചിട്ടുണ്ടെന്ന്. നേരെ കണ്ട വണ്ടി കച്ചവടക്കാർക്ക് മനസ്സിലാകത്തില്ല. മെക്കാനിസ്റ്റ് വന്ന് കുരുക്കി നോക്കുമ്പോൾ എവിടെയാണ് തട്ടിയതെന്നും അങ്ങോട്ട് ചെന്ന് ഇടിക്കണേ ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇടിക്കണേ ചെയ്തെന്നൊക്കെ അവൻ പറയും. ഒരിക്കലും വിശ്വാസത്തിൽ, അപ്പോൾ ഉടമ്പടി വിഷയത്തിൽ തന്നെയല്ല, വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ ഒരു മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ആദ്യം തന്നെ വിഷയം എന്താണ്? സംശയിക്കാതിരിക്കണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണെന്ന് അറിയാവോ? സംശയിക്കാതിരിക്കാനുള്ള വിശ്വാസം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിലൂടെയും ദൈവദത്തമായ പരിശീലനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞാൻ പരിശീലനം നേടുന്നതിന് പകരം എന്റെ കാര്യം നടക്കാൻ താമസിക്കുന്നു എന്ന് വിചാരിച്ച് സംശയിക്കാതിരിക്കാൻ കർത്താവേ എന്നെ അനുഗ്രഹിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 എൻ്റെ പ്രിയപ്പെട്ട വിഷയം ഈ വിശ്വാസമായാലും സ്നേഹമായാലും രണ്ട് കാര്യം സംഭവിക്കുന്ന ബൈബിൾ പറയണത്. വിശ്വാസത്തിനായാലും നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വാഹനം എന്ന് പറഞ്ഞ വിശ്വാസം തന്നെയാണ്. വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്. സ്നേഹത്തിനാകുമ്പോൾ കുറച്ചുകൂടി സ്പീഡാവുന്നേ ഉള്ളൂ. അപ്പോഴെന്താ വിഷയം എന്ന് പറയണത്?
ഈ വിശ്വാസമായാലും സ്നേഹമായാലും ഇതിന് രണ്ടും ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രിക്കോഷൻ ഉണ്ടാകണം. അപ്പം ഞാൻ ഒന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണ് വിശ്വാസത്തിനുള്ളൊരു കുഴപ്പം എന്താണ്? ചില സമയത്ത് അത് ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടായിരിക്കും എപ്പോഴും വിശ്വാസത്തെ ക്ഷയിച്ചു പോകുന്നത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തണം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എപ്പോഴും അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ ചേർക്കേണ്ട കാര്യം. അതാത് പ്രദേശങ്ങളുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അതാത് പ്രദേശങ്ങൾ ഉടമ്പടി എടുത്തവർ. അപ്പം വിദേശ രാജ്യങ്ങളെല്ലാം ഒത്തിരിയേറെ ഉടമ്പടി ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലുമുണ്ട് ഉടമ്പടി ഗ്രൂപ്പുകൾ, അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ. എന്തിനാണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മൾ ആ വിഷയത്തിൽ എത്തിച്ചേരുന്ന വരെയുള്ള സമയത്ത് നമ്മളെ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കാനാണ് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സഹായിക്കുന്നത്. ഇപ്പോൾ സജാത്യ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെന്ന് പറയുന്നത് ഉടമ്പടി എടുത്തവരുടെ കൂട്ടായ്മയാണെങ്കിൽ അവർക്ക് ഉടമ്പടിയെക്കുറിച്ച് അറിയാൻ പറ്റും, ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റും. അവരതിനൊക്കെ ട്രെയിനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള സുവിശേഷം വേറെയാണ് അവർ ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുന്നൊരു സംവിധാനം നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ അടുത്തുള്ള ഉടമ്പടി പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊണ്ട് പരസ്പരം പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ച് നിങ്ങളുടെ വിഷയം നടക്കുന്ന ശേഷവും നിങ്ങൾ ബലമായിട്ട് നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, വിശ്വാസം ക്ഷയിക്കണ പോലെ തന്നെയാണ് വേറൊരു കുഴപ്പമുണ്ട്, സ്നേഹം തണുത്തു പോകും. അതും ഒരു വിഷയമാണ്. ഈ വിശ്വാസം ക്ഷയിച്ചു പോകും, സ്നേഹം തണുത്തു പോകുമെന്ന് പറയണത് എൻ്റെ ഒരു സങ്കല്പത്തിൽ പറയണതല്ല, കർത്താവിൻ്റെ വചനത്തിലുള്ളതാണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമെന്ന് ചോദിക്കുമ്പോൾ തന്നെ അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകുമെന്ന് പറയുന്നു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 24:12. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ഇപ്പോൾ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മളൊരു ദൈവത്തിലേക്ക് എത്തിച്ചേരണതിന് നമുക്കെന്ത് വേണം? വിശ്വാസം വേണം, പ്രത്യാശ വേണം, സ്നേഹം വേണം. വിശ്വാസത്തിന് എന്ത് സംഭവിക്കും? വിശ്വാസം ചിലപ്പോൾ ക്ഷയിച്ചു പോകും. സ്നേഹത്തിന് എന്ത് സംഭവിക്കും? സ്നേഹം തണുത്തു പോകും. അതാണ് വിഷയം. എല്ലാവർക്കും സംഭവിക്കുന്നത് അതാണ്. ഈ നമുക്ക് ദൈവത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ഉള്ളത് എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹമാണ്. വിശ്വാസത്തിന് എന്ത് സംഭവിക്കും? വിശ്വാസം കാലങ്ങൾ ചെല്ലും തോറും വിശ്വാസം പരിപോഷിതമാകുന്നില്ലെങ്കിൽ വിശ്വാസം ക്ഷയിച്ചു പോകും. പ്രാർത്ഥനാ ജീവിതം കൊണ്ട്, കൂട്ടായ്മയില്ലായ്മ കൊണ്ട് വിശ്വാസം ക്ഷയിച്ചു പോകും. പിന്നെ വിശ്വാസത്തേക്കാൾ വലുതാണ് ദൈവസ്നേഹം. അത് വിശ്വാസത്തിൽ നിന്നാണ് ദൈവസ്നേഹം ഉണ്ടാകണം, വെറുതെ ദൈവസ്നേഹം ഉണ്ടാകത്തില്ല. അപ്പോൾ വിശ്വാസത്തിന് പറയുന്നത് ദൈവസ്നേഹത്തിനും കുഴപ്പമുണ്ടാവും, അതും സേഫല്ല. ദൈവസ്നേഹവും നമുക്കുണ്ടാകുന്ന ദൈവസ്നേഹവും സേഫല്ല. എന്ത് സംഭവിക്കും? അധർമ്മം വർദ്ധിക്കണമെങ്കിൽ സ്നേഹം തണുത്തു പോകും. അതാണ് ഒരു വിഷയമാണ്. സ്നേഹം ഉണ്ടാവും, പക്ഷേ തണുത്തിരിക്കും. തണുത്താൽ എന്താ? ഞാൻ പണ്ട് ഇടുക്കി ധ്യാനിപ്പിക്കാൻ പോയി, നെടുങ്കണ്ടത്ത് ധ്യാനിപ്പിക്കാൻ പോയ ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് പുത്തൻതോപ്പിൽ നിന്ന് ധ്യാനിപ്പിക്കാൻ പോയിട്ട് അതുവഴി ചെല്ലാനത്ത് ഒന്ന് ധ്യാനിപ്പിച്ചിട്ട് അതുവഴി നേരെ വണ്ടി ഇടവക പോകാതെ നേരെ നെടുങ്കണ്ടത്തേക്ക് പോയിരിക്കുകയാണ്. അന്ന് ഇടിയും വെട്ടി മഴ. ഇപ്പം ഞങ്ങൾ കാട്ടിൽ കയറി മല കയറിയപ്പോൾ ചുരം കയറിയപ്പോൾ നല്ല തണുത്ത, കാറ് തുറക്കാൻ പറ്റണില്ല, തണുത്ത കാറ്റ് ഇടിച്ച് കയറണ അകത്ത് മഴയോടുകൂടി. പക്ഷെ കുറച്ച് വന്നപ്പോൾ മലയുടെ മുകളിൽ എവിടെയോ കാട്ടിക്ക് വെച്ച് എൻ്റെ വണ്ടി നിന്നുപോയി. പിന്നെ എന്ത് ചെയ്യും? തുറക്കാൻ പറ്റുക? ഭയങ്കര ഇടിമിന്നലും. മിന്നുമ്പോൾ നമുക്ക് മലയോരങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വെള്ളച്ചാട്ടങ്ങൾ കാണാം. അപ്പം ഞങ്ങൾ ഒരു മലയുടെ ഒരു ചങ്ങല വട്ടക്കിടക്കുകയാണ് ഈ സംഭവം. എവിടെയാണെന്ന് നമുക്ക് പിടിയില്ല. വണ്ടി പോകണില്ല, വണ്ടി എടുക്കണില്ല, സെൽഫ് എടുക്കണില്ല, തീർന്ന പരിപാടി. അവസാനം വെളുപ്പിനെ വരെ അവിടെ കിടന്ന് ജപമാലയില്ലേ ആ വണ്ടിയുടെ അടുത്തിരുന്ന് 6 പേരുണ്ടായിരുന്നു. വെളുപ്പിന് വരെ ജപമാലയില്ലേ. വെളുപ്പിനായപ്പോൾ മലപ്പുറത്തുനിന്ന് കുറേ മുസ്ലിം സഹോദരങ്ങൾ വന്ന്, അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞ് നിങ്ങൾ ടൗണിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നൊരു ജീപ്പ് വിടണം, ഞങ്ങളുടെ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. പിന്നെ അവർ
ടൗണിലേക്ക് പോയി ജീപ്പ് വിട്ട് ഞങ്ങളുടെ ജീപ്പ് വന്ന് ഞങ്ങളുടെ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോയി ആളാണ്. പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്താ ഞങ്ങളുടെ വണ്ടിക്ക് സംഭവിച്ചത്? എഞ്ചിന് കുഴപ്പമൊന്നുമില്ല. അന്ന് എൻ്റെ വണ്ടി ഗ്യാസ് കൊണ്ട് ഓടുന്നതായിരുന്നു. അപ്പം നല്ല തണുപ്പിൽ ചെന്നപ്പോൾ ഗ്യാസ് ഫ്രീസായിപ്പോയി. ഗ്യാസ് അകത്ത് തന്നെ മഞ്ഞ് കട്ടയായിപ്പോയി. പിന്നെ എങ്ങനെയാണ് എടുക്കണേ? വിശ്വാസം തണുത്ത് പോകുമെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഗ്യാസ് തണുത്ത് പോയി ഞാൻ ഓർക്കും. പിന്നെ മുന്നോട്ട് പോകത്തില്ല. പിന്നെ പിറ്റേ പ്രാവശ്യം പോകണമെങ്കിൽ തന്നെ ഞങ്ങൾ ഈ ഗ്യാസിൻ്റെ സിലിണ്ടറിന് ചുറ്റും ചെമ്പ് കമ്പികൾ കൂട്ടി വേറെ ഒരു ബാറ്ററി വെച്ച് അതിനെ ചൂട് പിടിപ്പിച്ച് ഇൻ കേസ് എവിടെയെങ്കിലും കടന്നു പോകുമെങ്കിൽ ഗ്യാസ് തണുക്കാതിരിക്കാൻ വേണ്ടി അതിനെ കോയിൽ ചെയ്താൽ പോയത് പിന്നെ അടുത്ത ട്രിപ്പിന്. അപ്പോൾ നിസ്സാരമല്ല തണുത്ത് സ്നേഹം പക്ഷേ എപ്പോഴാണ് തണുത്ത് പോണത്? അധർമ്മം വർദ്ധിക്കുമ്പോൾ തണുത്ത് പോകുന്ന ഈശോ പറയണത്. നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാകാം, പക്ഷേ തണുത്ത ദൈവസ്നേഹം വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്നൊന്നും പറയണില്ല, തണുത്തതായിരിക്കും. പള്ളിയിലൊക്കെ പോകുന്നുണ്ടാകും, കുടുംബപ്രാർത്ഥന നടത്തുന്നുണ്ടാകും, പക്ഷേ ദൈവത്തിന് തണുത്തതാണ് സംഭവം. മുന്നോട്ട് കാര്യങ്ങൾ നടക്കത്തില്ല. ആചാരവട്ടങ്ങളും അനുഷ്ഠാന വട്ടങ്ങളൊക്കെ നടന്നു പോകും, പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കത്തില്ല. അത് സ്നേഹം തണുത്ത് പോകണമെന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധർമ്മം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അധർമ്മം വർദ്ധിച്ചാൽ സ്നേഹം തണുത്ത് പോകും. ഇപ്പം നിങ്ങളുടെ വീട് ജപ്തിയാകാൻ പോകണമെന്ന് പറഞ്ഞ് നിങ്ങൾ മോങ്ങി തേങ്ങി ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ 1,00,000 രൂപ വാങ്ങിച്ച് ജപ്തിയിൽ നിന്ന് രക്ഷപ്പെട്ട്, പക്ഷേ നിങ്ങൾക്ക് 1,00,000-ന് 2,00,000 കിട്ടുമ്പോഴും നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യും? ഓണത്തിന് ഓഫറുണ്ടെന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് വാങ്ങിച്ച് വെച്ചു. അവിടെ 1,00,000 രൂപ കൊടുക്കത്തില്ല. പണ്ട് ജപ്തിയാകാൻ പോകുമ്പോഴാണ് അവിടെ പോയി രാവിലെ മറപ്പ് കിടന്ന് തേങ്ങി മോങ്ങി അവിടെ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ എന്നിട്ട് നിങ്ങൾ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾക്കത് കൊടുക്കാൻ വേണ്ടി കാശ് കിട്ടിയപ്പോൾ എന്ത് പറ്റി? നിങ്ങളത് കൊടുക്കത്തില്ല. നിങ്ങൾ ഓണത്തിന് ഓഫറുണ്ടെന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് മേടിച്ച് വെച്ചു. അധർമ്മമായി. എന്ത് ഉടമ്പടി എടുത്താലും അധർമ്മമാണ് കൈയിരിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹം തണുത്തു പോകും, വണ്ടി കിട്ടത്തില്ല, ഓടത്തില്ല സംഭവം. ഇതിനാണ് അനുതാപം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അധർമ്മം ഉണ്ടാകുന്ന നോക്കണം. അധർമ്മം എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പം ഞാനെപ്പോഴും ഓർക്കണത് ഞാനിപ്പോൾ ഒരു ഇതെല്ലാം എനിക്കിവിടുന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്, വണ്ടിക്കാശൊക്കെ ഇവിടുന്ന് തരും, ശമ്പളമൊന്നും മേടിക്കത്തില്ല, പക്ഷേ അങ്ങനെ ശുശ്രൂഷ ചെയ്ത് പോവുകയാണ്. എനിക്കൊരു കുറവൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ സമയത്ത് ചിലയിടത്ത് തരുന്ന കാശുകൾ ആരെങ്കിലും തന്നാൽ ഞാൻ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്നറിയാമോ? ഞാൻ പഠിക്കണ കാലത്ത് എന്നെ സഹായിച്ച കുറേ പേരുണ്ട്. അതാണ് വിഷയം. അവർ വല്ലപ്പോഴുമൊക്കെ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ വയസ്സായ ആൾക്കാരെ കാണും. അപ്പോൾ അവർക്ക് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കും. അത് ചോദിക്കണമെന്നില്ല, അവരങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. അച്ഛനോട് സംസാരിക്കണ പോലും അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ അവരെ വണ്ടി ഇരുന്ന് വിളിച്ച് വരുത്തി കൊടുക്കും. അതിൻ്റെ കാര്യം ധർമ്മം, അത് നമ്മുടെ നീതിയാണത്. നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ എത്താൻ വേണ്ടി ഏണിച്ചാരി വെച്ച് തന്ന ഒത്തിരി ജന്മങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർക്കണം. അപ്പം നിങ്ങളെ ഏതെങ്കിലും ഒരു കാലത്ത് സഹായിച്ച ആൾക്കാരെ നമ്മൾ തിരിച്ച് സഹായിക്കണം. അത് ധർമ്മമാണ്, നീതിയാണത്. നീതികേട് കാണിക്കരുത് ഒരിക്കലും. അപ്പം നീതികേട് എപ്പോഴും പറയണത്. അപ്പോൾ ആദ്യത്തെ നീതി അമ്മയോടും അപ്പനോടും തന്നെയാണ്. ഒരു സംശയമില്ലല്ലോ ആ കാര്യത്തെ. വല്ല സംശയം ഉണ്ടോ? ഒരു സംശയമില്ല. കാര്യം നമ്മുടെ പല ഓർമ്മയില്ലാത്ത കാലത്തും അവരാണ് നമുക്ക് ഓർമ്മയില്ലല്ലോ. നമുക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ അവർ നമുക്ക് വേണ്ടി ചെയ്തത് ദൈവം മറന്നു പോവുക. അപ്പോൾ ഒരിക്കലും അപ്പനോടും അമ്മയോടും ഒക്കെ ഒരു അക്ഷരം മിണ്ടരുത്. അവർ നിങ്ങളെ എന്ത് പറഞ്ഞാലും മിണ്ടരുത്. കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് ഇന്ന് നിങ്ങളുടെ കാലിലിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരതിനുവേണ്ടി ഉറക്കം നിന്നതിൻ്റെ കണക്കുണ്ട് അവരുടെ കയ്യിൽ. അവരതൊന്നും പറയാൻ വന്നില്ലെങ്കിലും നമ്മളത് മനസ്സിലാക്കണത് ധർമ്മമാണ്. അത് ചെയ്തില്ലെങ്കിൽ അധർമ്മമാവും. അധർമ്മം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്നേഹം തണുത്ത് പോകും. അത് ഭയങ്കര നിസ്സാരമാണ്. അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, തൻ്റെ മുമ്പാകെ വിശുദ്ധി മാത്രം പോരാ, പിന്നെ എന്താണ്? നീതി വേണമെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. തൻ്റെ മുമ്പാകെ വിശുദ്ധിയിലും നീതിയിലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ലൂക്ക
1:74-75 തിരുവചനങ്ങൾ. ലൂക്ക 1:74-75 തിരുവചനങ്ങൾ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി, പറഞ്ഞ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി, നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. വിഷയം. അപ്പൊ പരിശുദ്ധി എന്ന് പറയുമ്പോൾ ഒരു ചിറകേ ഉള്ളൂ. പിന്നെ ഒരു ചിറക് എന്തിൻ്റെ? നീതിയുടേതാണ്. ദൈവത്തെ ശുശ്രൂഷിക്കണമെങ്കിൽ 2 ചിറകും വേണം. ഒരു ചിറകുള്ള പക്ഷി വല്ലയിടത്തും പറന്ന് കേട്ടിട്ടുണ്ടാ? അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും കുമ്പസാരവും കുർബാനയും കൊണ്ട് പരിശുദ്ധി മതിയെന്ന് പറഞ്ഞിരുന്ന ഒരു പണിയും നടക്കത്തില്ല. ഒരു ചിറക് ഒടിഞ്ഞു കിടക്കും. എന്താണ് അത്? നീതിയുടേതാണ്. 2 ചിറകും കൊണ്ടാണ് പറക്കണത്. എന്താണ്? ഒരു വിശുദ്ധിയും ഒരു നീതിയും. അപ്പം നീതി അനീതി ആരോടും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് ആ പക്ഷം കൂടി ബലമുള്ളതാക്കി എടുത്തിട്ട് പെട്ടെന്ന് പറക്കാൻ നോക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കായി അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കൈകൾ രണ്ടും കൂട്ടി നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഹോൾ ബോഡി ഈശോയെ സമർപ്പിക്കുക. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനകള്, 40 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷകള്, അതുപോലെ തന്നെ അൾത്താരയിലെ ദേവമാതാവിൻ്റെ പ്രത്യക്ഷഗണത്തിൻ്റെ യോഗ്യതകള്, അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തികള്, അങ്ങയുടെ മക്കളെ ഇതിൻ്റെ അടിസ്ഥാനത്തിലും ആധാരത്തിലും അങ്ങയുടെ മക്കളെ ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കാഴ്ച നൽകവനെ, ചെകിടന് കേട് നൽകവനെ, ഓമന സംഭാഷണം നൽകവനെ, മഹോരോഗ്യപ്പെടുത്തവനെ, തലവാരൂസ്യപ്പെടുത്തവനെ, മരിച്ചനുയർപ്പിച്ചവനെ, നിന്റെ തിരുനാമസ്തുതിക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണം പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ, വൈദ്യാക്കാലം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവദുരിതങ്ങൾ, ആന്തരിക രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, പിസിഡി രോഗങ്ങൾ, കരരോഗങ്ങൾ, ഹൃദയാഘാതം വന്നവരുടെ സൗഖ്യങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ബ്രെയിൻ്റെ സിസ്റ്റുകൾ, ബ്രെയിൻ ക്യാൻസറുകൾ, എല്ലാ രോഗങ്ങളെയും, പേരിക്കോസിൻ്റെ രോഗങ്ങൾ കർത്താവ് സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകരം, അടിപ്പിണർ പോലെ, വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിന്റെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, വീണ്ടും കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിക്കുക. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുന്നവർ, പരീക്ഷാ ഫലം പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതിക്കഴിഞ്ഞവർ, വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നവർ, വിസ പുതുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, കേസുള്ളവർ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ.
കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ, ഓരോ ജോലിയില്ലാത്ത മക്കളെ അങ്ങനെ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജോലി സ്ഥലത്ത് ഭയങ്കര പ്രയാസങ്ങളിലൂടെ ഞെരുക്കമുള്ളവരെ, ഒരു അടുത്തുള്ള നാട്ടിലേക്ക് കർത്താവെ ട്രാൻസ്ഫറിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രതീക്ഷിക്കുന്നവർ, അവിടെ പ്രാർത്ഥനകൾ അങ്ങ് ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവ് സ്ഥലം പോക്കുവരെ ചെയ്യാൻ കിടക്കുന്നവരെ, സ്ഥലം തരം മാറ്റാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം അവരുടെ സങ്കടങ്ങളെ കർത്താവിൻ്റെ ദൃശ്യത്തിന് സമർപ്പിച്ച് കർത്താവ് ഭയമുള്ളവർ, ഒന്നും ചെയ്യാൻ ഒരു വിൽപ്പത്രം പോലും എഴുതാൻ ധൈര്യമില്ലാത്തവർ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി വിഷമം അനുഭവിക്കുന്ന കാണാതെ രേഖകൾ, ആ രേഖകൾ വന്നിട്ടുള്ള തെറ്റുകൾ അത് തിരുത്താൻ ആഗ്രഹിക്കുന്നവർ എല്ലാം കർത്താവിൻ്റെ ദൃശ്യത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, പരീക്ഷ, അതുപോലെ എല്ലാവിധ യോഗ്യത പരീക്ഷകളെയും കർത്താവ് പരീക്ഷകളെയും ടെസ്റ്റുകളെയും അതിൽ പങ്കെടുക്കുന്നവരെയും അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെയും അമ്മേ, പരിശുദ്ധമ്മേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ അമ്മ അവരുടെ യോഗ്യതയാൾക്കാരുപരി അവർക്ക് കൃപ നൽകിക്കൊണ്ട് ആ കൃപ അവരുടെ യോഗ്യതയാക്കി മാറ്റിക്കൊണ്ട് അവിടെ കണ്ണുനീരൊപ്പണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. മുട്ടയിൽ നിന്ന് അച്ഛൻ വിട്ടുപോയ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,